ഇത് നല്ല കിടിലൻ ത്രില്ലിംഗ് സ്റ്റോറിയാണ്. അതുമാത്രമല്ല ഇതിലെ ട്വിസ്റ്റ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും ഇതിലെ കുറ്റവാളി. നിങ്ങൾ ചിന്തിക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും ഈ കഥ തുടക്കം മുതൽ അവസാനം വരെ ഒരു സിനിമ പറയുന്ന പോലെ പറയാൻ ഞാൻ ശ്രമിക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ അതിരാവിലെ തന്നെ ചെന്നൈ. ജഡ്ജി സുന്ദർ രാവിലെ തന്നെ നടക്കാനിറങ്ങിയതാണ്. ഒരുപാട് നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ധരിച്ചിരുന്ന ജോഗിംഗ് സൂട്ടിൻ്റെ ഉള്ളിൽ ശരീരം വിയർത്തു കുളിച്ചു. 32 വർഷത്തെ നടപ്പുശീലം അദ്ദേഹത്തിൻ്റെ 56 വയസ്സുള്ള ശരീരത്തെ കൊത്തിയെടുത്ത തേക്കുപോലെ കരുത്തുറ്റതാക്കിയിരുന്നു. തൻ്റെ 24-ാം വയസ്സിൽ കറുത്ത കോട്ട് ധരിച്ച് സെഷൻസ് കോടതിയിൽ പ്രവേശിച്ച അദ്ദേഹം തൻ്റെ ഈ 56-ാം വയസ്സിൽ ഹൈക്കോടതി ജഡ്ജിയായി ഉയർന്നിരിക്കുന്നു. അദ്ദേഹം നൽകിയ വിധിന്യായങ്ങളെല്ലാം കടുത്ത തീരുമാനങ്ങളായതിനാൽ ഈ അടുത്ത കാലത്തെ ദിനപത്രങ്ങളിൽ അദ്ദേഹം പ്രധാന സ്ഥാനം പിടിച്ചിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് സുന്ദർ. തനിക്ക് പിന്നിൽ വളരെ അടുത്തായി ശബ്ദം കേട്ട് സുന്ദർ തിരിഞ്ഞു നോക്കി. DGP വൈകുണ്ഠ ശർമ്മ ജോഗിംഗ് സൂട്ടിൽ നിൽക്കുന്നു. 50 വയസ്സ്, 6 അടി ഉയരം, മുടി കൊഴിഞ്ഞു പോകാത്ത നരച്ച ക്രോപ്പ് ചെയ്ത തലമുടി, മീശ മേൽചുണ്ടിനെ കൈയടക്കി വച്ചിരിക്കുന്നു. സുന്ദർ പുഞ്ചിരിച്ചു. ഓ ശർമ്മ, നിങ്ങളാണോ? ഗുഡ് മോർണിംഗ്. ഇന്ന് ജോഗിങ്ങിന് നേരത്തെ ഇറങ്ങിയല്ലോ. അതെ, ഇന്ന് നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി അരമണിക്കൂറായി കാത്തു നിൽക്കുന്നു. എന്നെ കണ്ട് സംസാരിക്കാനോ? അതെന്താ കാര്യം? എൻ്റെ കാറിലേക്ക് വരാമോ? ഇരുവരും നടപ്പാത വിട്ട് റോഡിൻ്റെ അരികിൽ നിർത്തിയിരുന്ന കാറിൻ്റെ അടുത്തേക്ക് വന്നു. ഹാഷ് ഗ്രേ നിറത്തിലുള്ള ലാൻസർ കാർ. എന്താ ശർമ്മ, പുതിയ കാറാണെന്ന് തോന്നുന്നല്ലോ. ബലീനോ കാർ ഒഴിവാക്കിയോ? അതെ, എൻ്റെ വൈഫിന് ലാൻസർ കാറിനോടൊരു പ്രണയം. വാങ്ങിയേ തീരുമെന്ന് ഒരേ വാശി. കഴിഞ്ഞ മാസമാണ് വാങ്ങിയത്. DGP വൈകുണ്ഠ ശർമ്മ പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഡോറ് തുറന്നു. രണ്ടുപേരും കാറിൻ്റെ അകത്തേക്ക് കയറി. സുന്ദർ ചോദിച്ചു, എന്താ ശർമ്മ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യമാണോ? അതെ, അല്ലെങ്കിൽ ഇത്രയും അതിരാവിലെ നിങ്ങളെ വാക്കിംഗ് പോലും ചെയ്യാൻ സമ്മതിക്കാതെ ഇങ്ങനെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സംസാരിക്കാൻ നിൽക്കുമോ? ഓക്കെ, പറയൂ, എന്താ കാര്യം? ഇന്ന് രാവിലെ 5 മണിയോടെ ഞാൻ എഴുന്നേറ്റ് ടെറസിൽ വാമപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. റിസീവർ എടുത്ത് ഞാൻ ഹലോ പറഞ്ഞതും മറുഭാഗത്ത് സംസാരിച്ചിരുന്നയാൾ DGP സാറാണോ എന്ന് ചോദിച്ചു. ഞാൻ അതേയെന്ന് പറഞ്ഞതും നിങ്ങളുടെ കോമ്പൗണ്ട് ഗേറ്റിലുള്ള ലെറ്റർ ബോക്സ് തുറന്നു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അതേ നിമിഷം തന്നെ റിസീവർ താഴെ വെച്ചു. ഞാൻ ഉടൻ തന്നെ ഫോൺ വഴി ഗേറ്റിൻ്റെ അടുത്ത് നിന്നിരുന്ന സെക്യൂരിറ്റിക്ക് ഫോൺ ചെയ്ത് ലെറ്റർ ബോക്സ് തുറന്ന് ഉള്ളിൽ എന്താണുള്ളതെന്ന് നോക്കാൻ പറഞ്ഞു. അവനത് നോക്കിയിട്ട് ഇത് കൊണ്ടുവന്നു തന്നു. DGP അത് പറഞ്ഞുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ആ ഓഡിയോ കാസറ്റ് എടുത്തു കാണിച്ചു. ഈ കാസറ്റാണോ ലെറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ ഇരുന്നത്? അതെ. കാസറ്റ് ഇട്ട് നോക്കിയോ? ഇട്ടു, കേട്ടു. കാര്യം മുഴുവനും നിങ്ങളെക്കുറിച്ചാണ്. എന്നെക്കുറിച്ചോ? കാസറ്റ് ഇടാം, കേൾക്കൂ. ശർമ്മ കാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് കയ്യിലുണ്ടായിരുന്ന കാസറ്റ് അതിലേക്ക് തിരികെ ടേപ്പ് ബട്ടൺ അമർത്തി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീയുടെ ശബ്ദം വ്യക്തമായി കേട്ടു. നമസ്കാരം DGP. ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്തിയതിന് ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് നിങ്ങളിൽ നിന്നും ഒരു കാര്യം നടന്നു കിട്ടാനുണ്ട്. ആ കാര്യത്തിനായി നിങ്ങളൊരു ദൂതനായി പോകേണ്ട നിർബന്ധിത സാഹചര്യത്തിലുമാണ്. നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടതെന്നറിയാമോ? നിങ്ങളുടെ സുഹൃത്തായ നീതിമാൻ ഹൈക്കോടതി ജഡ്ജി സുന്ദറിൻ്റെ അടുത്തേക്ക്. ഈ അടുത്ത കാലത്തായി സുന്ദർ പല കേസുകളിലും അതിശക്തമായ വിധികൾ പുറപ്പെടുവിച്ച് തമിഴ്നാടിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിധികൾ പൊതുജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നു എന്ന കാരണത്താൽ അയാൾ വലിയ അഹങ്കാരത്തോടെയാണ് പെരുമാറുന്നത്. ഈയിടെ ഒരു എൻകൗണ്ടർ വിധിയിൽ ഗുണ്ടകളും ദാതകളും ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത മുൾച്ചെടികളാണ്. അവർ വെടിയേറ്റ് മരിക്കുന്നതിൽ തെറ്റില്ല. അതേപോലെ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്ന രാഷ്ട്രീയക്കാർ ആരെല്ലാമാണെന്ന് കണ്ടെത്തി എൻകൗണ്ടറിൽ വെടിവെച്ച് കൊന്നാൽ അതിനെ ഞാൻ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തിന് ഇതൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം. വരുന്ന ആഴ്ച ഒരു കൊലപാതക കേസിൽ അദ്ദേഹം വിധി പറയാൻ പോവുകയാണ്. കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ട ആളുടെ പേര് വിനോദ് കുമാർ. ഒരു വലിയ വ്യവസായിയുടെ മകൻ. മഞ്ജുള എന്ന യുവതിയെ വിനോദ് കുമാർ കൊലപ്പെടുത്തിയത് 5 വർഷം മുമ്പ് സെഷൻസ് കോടതിയിൽ കേസ് നടക്കുകയും കൊലക്കുറ്റം തെളിയാത്തതിനാൽ വിനോദ് കുമാറിനെ വിട്ടയക്കുകയും ചെയ്തു. സർക്കാർ അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ആ കേസ് വിചാരണ ചെയ്തു വരുന്ന സുന്ദർ വരുന്ന ആഴ്ച വിധി പറയാൻ പോവുകയാണ്.
ആ വിധി വിനോദ് കുമാറിന് അനുകൂലമായിരിക്കണം. അതായത് സെഷൻസ് കോടതി വെറുതെ വിട്ടതുപോലെ സുന്ദറും വിനോദ് കുമാറിനെ വെറുതെ വിടണം. വിനോദ് കുമാർ ശിക്ഷിക്കപ്പെട്ടാൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ സുഹൃത്ത് സുന്ദറിന് കഷ്ടകാലമായിരിക്കും. പറഞ്ഞു കൊടുക്കൂ. ടേപ്പ് റെക്കോർഡിലെ ശബ്ദം നിലച്ചു. ഇജക്റ്റ് ബട്ടണമർത്തി കാസറ്റ് പുറത്തെടുത്തു. സുന്ദർ പുഞ്ചിരിച്ചു. 2 കൈകളും ഉയർത്തി ആയാസം തീർത്തുകൊണ്ട് പറഞ്ഞു, 21. അതെന്താ 21? കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഇടയിൽ എനിക്ക് വന്ന ഭീഷണികളുടെ എണ്ണം. ഒരു പെണ്ണിന് ഇത്രയും ധൈര്യമുണ്ടോ എന്ന് നോക്കൂ സുന്ദർ. പെണ്ണെന്നോ? കാസറ്റിൽ സംസാരിച്ച പെണ്ണിനെയാണോ നിങ്ങൾ പറയുന്നത്? അതെ മിസ്റ്റർ ശർമ്മ, എൻ്റെ 30 വർഷത്തെ കോടതി പരിചയത്തിൽ എത്രയോ കുറ്റവാളികളെ കണ്ടുമുട്ടി അവരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്രതിക്കൂട്ടിൽ കയറി നിന്ന ഒരാൾ ഒരു വാചകം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് അവൻ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് എനിക്കുള്ളിൽ എങ്ങനെയോ വന്നിട്ടുണ്ട്. ഈ കാസറ്റിൽ സംസാരിച്ചിരിക്കുന്നത് ഒരു പെണ്ണല്ല, ഒരു പുരുഷൻ വളരെ കഷ്ടപ്പെട്ട് പെൺശബ്ദത്തിൽ സംസാരിച്ചതാണ്. ഇത് ഒന്ന് നന്നായി പരിശോധിച്ചാൽ വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ എങ്ങനെ മാറുന്നുവെന്ന് അറിയാൻ സാധിക്കും. മിസ്റ്റർ സുന്ദർ, ഈ കാസറ്റ് ഭീഷണി നിങ്ങൾ നിസ്സാരമായി കാണരുത്. ആ വിനോദ് കുമാറിനെ വിട്ടയക്കാം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ അല്പം ജാഗ്രത പാലിക്കണം. പുലർച്ചെയുള്ള നടത്തം വേണ്ട, 6 മണിക്ക് ശേഷം നടന്നാൽ മതി. സെക്യൂരിറ്റി ഗാർഡുകളെ ഏർപ്പാടാക്കാം, അവരും നിങ്ങളുടെ കൂടെ വരട്ടെ. അതൊന്നും വേണ്ട ശർമ്മ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്രയോ പേർ എന്നെ പേടിപ്പിച്ചു നോക്കിയിട്ടുണ്ട്. മുംബൈ ദാതാക്കളെ വരെ കണ്ടവനാണ് ഞാൻ. രാഷ്ട്രീയക്കാരുമായി മുട്ടുന്നത് ബുദ്ധിശൂന്യതയാണ് സുന്ദർ. അതിനർത്ഥം അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ഒരു ജഡ്ജി എന്ന നിലയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നാണോ? പറയാം, പക്ഷേ നിങ്ങളുടെ കമൻറ്റുകൾ പുതിയ ബ്ലേഡ് പോലെ മൂർച്ചയുള്ളതാണ്. അത് പലരുടെയും മനസ്സുകളെ മുറിപ്പെടുത്തുന്നു. അതിനൊരു പരിധിയുണ്ട്. ക്ഷമിക്കണം ശർമ്മ, നീതിക്കും ന്യായത്തിനും നിരക്കാത്ത രീതിയിൽ ആര് തെറ്റ് ചെയ്താലും, അത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും എൻ്റെ വിമർശനങ്ങളുണ്ടാവും. വിനോദ് ഒരു വ്യവസായിയുടെ മകനാണ്. ആ വ്യവസായിക്ക് ഡൽഹി വരെ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നുള്ള കാര്യവും എനിക്കറിയാം. വിനോദ് കുമാറിൻ്റെ വിവാഹം നടന്നപ്പോൾ നിയമമന്ത്രി വാസുദേവ് പങ്കെടുത്ത കാര്യവും എനിക്കറിയാം. അതുകൊണ്ടെല്ലാം ഒരു കൊലപാതകിയെ നീ വെറുതെ പൊയ്ക്കൂ എന്ന് പറഞ്ഞു വിട്ടയക്കാൻ പറ്റുമോ? ആ വിനോദ് കുമാറിന് ഞാൻ തൂക്കുകയർ വിധിച്ചുകൊണ്ട് വിധിന്യായം എഴുതിയിട്ട് 2 ആഴ്ചയായി. ഇനി അടുത്ത ആഴ്ച തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ആ വിധി വായിക്കുക എന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ജഡ്ജി സുന്ദർ അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അദ്ദേഹത്തെ അല്പം ഭയത്തോടെ DGP ശർമ്മ നോക്കി. വിവേക ഓഫീസിലേക്ക് പോകാൻ തൻ്റെ മാരുതി സെന്നിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ തല കോമ്പൗണ്ട് ഗേറ്റിൻ്റെ അടുത്ത് കണ്ടു. ഗുഡ് മോർണിംഗ് ബോസ്. വാടാ, എവിടെ നിൻ്റെ ബൈക്ക്? അതിനെ ബൈക്കെന്ന് വിളിക്കരുത് ബോസ്, മിന്നൽ രാജ അങ്ങനെ വിളിക്കൂ. പേരിട്ടിട്ട് 1 മാസമായി. ശരി, മിന്നൽ രാജ എവിടെ? അവന് ചെറിയൊരു അസുഖം ബോസ്. ഇന്നലെ രാത്രി അപ്പോളോയിൽ അഡ്മിറ്റ് ചെയ്തു. എന്ത്, അപ്പോളോയിലോ? അപ്പോളോ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ. ശരി, ഇപ്പോൾ നിനക്ക് എന്താണ് വേണ്ടത്? ഓഫീസ് വരെ ഒരു ലിഫ്റ്റ് വേണം. കയറു വിഷ്ണു. വിഷ്ണു ഒരു പാട്ടെല്ലാം പാടി വിവേകിൻ്റെ അടുത്തേക്ക് ഇരുന്നു. ഓക്കെ ബോസ്, നമുക്ക് പോകാം. വിവേക് കാർ സ്റ്റാർട്ട് ചെയ്യാതെ വിഷ്ണുവിനെ തന്നെ നോക്കി. വിഷ്ണു ചോദിച്ചു, എന്താ ബോസ് അങ്ങനെ നോക്കുന്നേ? ഇന്ന് ഞാൻ അല്പം പേഴ്സണാലിറ്റി കൂടുതലായോ എന്ന് നോക്കുകയാണോ? ഇന്ന് 2 തവണ സോപ്പിട്ട് കുളിച്ചു. നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് ശ്രദ്ധിച്ചോ ബോസ്? അമ്മൻ കോവിലിൽ പോയി വരികയാണ്. എന്താ പെട്ടെന്ന് കോവിൽ വഴി? ഏതെങ്കിലും പെണ്ണിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയോ? ഇതാണ് ബോസ് നിങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. എപ്പോഴും എൻ്റെ സ്വഭാവത്തെ സംശയിക്കുന്നതാണ് നിങ്ങളുടെ ജോലി. പിന്നെ എന്തിനാണ് കോവിലിൽ പോകുന്നത്? ഇന്ന് ഏത് ദിവസമാണ് ബോസ്? ചൊവ്വാഴ്ച. എല്ലാ ചൊവ്വാഴ്ചയും അമ്മൻ കോവിലിൽ രാവിലെ 9 മണിക്ക് വെൺപൊങ്കലും സുണ്ടലും കൊടുക്കും ബോസ്. 2ഉം സൂപ്പർ കോമ്പിനേഷനാണ്. പൂജാരി എനിക്ക് അറിയുന്ന ആളാണ്. 2 തവി എക്സ്ട്രാ ഇട്ട് തരും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുപോലെയും കോവിലിലെ പ്രസാദം കഴിച്ചതുപോലെയും ആകും. എടാ, നീ നന്നാകില്ലേ? ഞാൻ നന്നാകുന്നതും നന്നാകാത്തതും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഷറഫിൻ്റെ കയ്യിലാണ് ബോസ്. അയാളും നിനക്കും തമ്മിൽ എന്താ ബന്ധം? അയാൾ തീവ്രവാദം ഉപേക്ഷിച്ചാലേ ഞാൻ നന്നാവൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ബോസ്. അതിനർത്ഥം നീ നന്നാകില്ല എന്ന് തന്നെ. വിവേക് ചിരിച്ചുകൊണ്ട് കാർ റോഡിലേക്ക് എടുത്തു. ബോസ്, ഇന്നലെ മൈലാപ്പൂരിൽ ഒരു കേസ് കാര്യത്തിന് നമ്മൾ അന്വേഷിച്ചു പോയപ്പോൾ ജലകണ്ഠ സ്വാമികൾ എന്നൊരു ജോത്സ്യനെ കണ്ടു. എൻ്റെ മോതിരവിരൽ കണ്ടപ്പോഴേ ജോത്സ്യൻ പറയാൻ തുടങ്ങി, നിനക്ക് ജനങ്ങളെ സേവിക്കുന്ന ജോലിയായിരിക്കുമെന്ന്. എടാ കൊള്ളാലോ. ഇനിയുമുണ്ട് ബോസ്. എനിക്കും വാജ്പേയിക്കും ഒരേ ജാതകമാണത്രേ. അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ ഞാനായിരുന്നേനെ പ്രധാനമന്ത്രി. പിന്നെ ഒരു പ്രധാന കാര്യം ബോസ്, പറയൂ. ഞാൻ ഐശ്വര്യ റായിയുടെ കണ്ണിൽ പെടാൻ പാടില്ലത്രേ. എന്തുകൊണ്ട്?
എന്നെ പുറകെ നടന്ന് പ്രണയിക്കുമത്രേ. എടാ മതിയാക്കും. വെറുപ്പിക്കല്. ഇനിയും ഉണ്ട് ബോസ്. എനിക്ക് 99 വയസ്സുവരെ വെള്ളത്തിൽ ഖണ്ഡനമുണ്ടത്രേ. 2 പെഗ്ഗിൽ കൂടുതൽ കഴിക്കാൻ പാടില്ലത്രേ. അതും മറ്റുള്ളവർ ഒഴിച്ചു തന്നാലേ കഴിക്കാവൂ. ചെറുനാരങ്ങ അച്ചാർ കൂട്ടിക്കഴിച്ചാൽ ദോഷം മാറുമത്രേ. അതൊക്കെ ശരി. നിനക്ക് കല്യാണം നടക്കുമോ ഇല്ലയോ? അതാണല്ലോ പറഞ്ഞത്. എൻ്റേത് വാജ്പേയി ജാതകമാണെന്ന്. എങ്ങനെ കല്യാണം നടക്കും? എനിക്ക് കന്നി ദോഷമാണ്. പരിഹാരം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. പറഞ്ഞു. എന്തു പരിഹാരം? ദിവസവും രാവിലെ അരമണിക്കൂർ, വൈകുന്നേരം അരമണിക്കൂർ ധ്യാനം ചെയ്യണമെന്നാണോ? അല്ല, ഏതെങ്കിലും ലേഡീസ് കോളേജ് ഗേറ്റിൻ്റെ മുന്നിൽ പോയി നിന്ന് കളർ കാണണമത്രേ. വേഗം തന്നെ ആ ജലകണ്ഠ സ്വാമികളെ ജയിലിൽ കാണാമെന്ന് പറയൂ. വിഷ്ണു അപ്പോഴാണ് ശ്രദ്ധിച്ചത്. കാർ ഓഫീസിലേക്കല്ല, മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത്. ബോസ്, ഇപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നത്? ചോളവരം. ചോളവരമോ? അവിടെ എന്തിനാ ബോസ്? എന്തിനാണെന്ന് ആർക്കും അറിയില്ല. അവിടെ ചെന്നാലേ അറിയൂ. ഇത് ഓൺ ഡ്യൂട്ടിയാണോ ബോസ്? അതെ. അല്ലെങ്കിൽ നിന്നെ എന്തിനാണ് ഞാൻ കൊണ്ടുപോകുന്നത്? നിങ്ങളെനിക്ക് ലിഫ്റ്റ് തന്നപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു ബോസ്. ശരി, ഡാഷ്ബോർഡ് തുറക്കൂ വിഷ്ണു. വിഷ്ണു തുറന്നു. അതിലൊരു ബുക്ക് കണ്ടോ? ഉണ്ട് ബോസ്. അതെടുക്കൂ. വിഷ്ണു അതെടുത്തു. എന്താ ബോസ് ഇത്? ബുക്കിൻ്റെ പേര് ഫയർ ആംസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ 33-ാം പേജിൽ ബുള്ളറ്റ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ടാകും. ചോളവരം എത്തുന്നതുവരെ അത് വായിക്കേ. എന്തിനു ബോസ്? ഇനി 1 അരമണിക്കൂർ ഈ പുസ്തകം വായിക്കുക എന്നതാണ് നിന്റെ ജോലി. മിണ്ടാതെ വായിക്കടാ. വിഷ്ണു പതുക്കെ പിറുപിറുത്തു. മിണ്ടാതെ ബസ്സിൽ ഓഫീസിലേക്ക് പോയാൽ മതിയായിരുന്നു. എന്താ പിറുപിറുക്കുന്നത്? ഒന്നുമില്ല ബോസ്. പുസ്തകം വായിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചതാണ്. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്ന. എടാ, നീ പോലീസ് ജോലിക്ക് പറ്റിയവനല്ല. നേരെ പോയി രാഷ്ട്രീയത്തിൽ ചേർന്നോ? അതെ ബോസ്. അതിന് സുബ്രഹ്മണ്യൻ സ്വാമികളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ 2 ഘട്ട ചർച്ചകൾ കഴിഞ്ഞു. 3-ാം ഘട്ടം ഡൽഹിയിൽ നടക്കും. ഇത് കേട്ട വിവേക് രൂക്ഷമായി നോക്കിയപ്പോൾ വിഷ്ണു തല താഴ്ത്തി ഒരു നല്ല കുട്ടിയായി ഫയറാംസ് വായിക്കാൻ തുടങ്ങി. സോഫയിൽ ചാരിയിരുന്ന ജഡ്ജി സ്റ്റാർ TV വാർത്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചുവർ ഘടികാരത്തിൽ സമയം രാത്രി 10:30. അച്ഛാ! പിന്നിൽ നിന്നും ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിൻ്റെ മകൻ ഗോകുൽ വാസനും ഭാര്യ സുഭദ്രയും വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നു. വരൂ ഗോകുൽ, വരൂ സുഭദ്ര. സുന്ദർ റിമോട്ട് ഉപയോഗിച്ച് TV ഓഫ് ചെയ്തു. 2 പേരും അകത്തേക്ക് വന്നു. മുഖങ്ങളിൽ കടുത്ത ഉത്കണ്ഠ. എന്താ ഗോകുൽ? അച്ഛനോട് കുറച്ച് സംസാരിക്കണം. ആദ്യം ഇരിക്കൂ. ഇരുന്ന ഉടനെ അദ്ദേഹം ചോദിച്ചു, എന്താണ് കാര്യം? പറയൂ. DGP ശർമ്മ എനിക്ക് ഫോൺ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സുന്ദർ പുഞ്ചിരിച്ചു. ആരോടും, പ്രത്യേകിച്ച് നിന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞുവല്ലേ? സുഭദ്ര ഇടയ്ക്ക് കയറി പറഞ്ഞു. മാമൻ, ഇതൊരു തമാശയായ കാര്യമല്ല. ആ വിനോദ് കുമാർ കൊലപാതക കേസിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവായാൽ എന്താണ്? നീ എന്തായി പറയുന്നത്? കേസിൽ നിന്ന് ഞാൻ ഒഴിയുക എന്നോ? കേസ് വിധി പറയേണ്ട ഘട്ടത്തിലെത്തിയല്ലോ മോളെ. എത്തിയാൽ എന്താ മാമൻ? ഒരു കേസ് വിചാരണ ചെയ്യാനോ വിധി പറയാനോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ കേസിൽ നിന്നും ഒഴിയാൻ നിയമത്തിൽ തന്നെ വകുപ്പുണ്ടല്ലോ. വകുപ്പുണ്ട് മോളെ, പക്ഷെ എനിക്ക് താല്പര്യമില്ല. വിനോദ് കുമാറിനെ പോലെയുള്ള പണക്കാരായ പുഴുക്കൾ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അച്ഛാ! ഗോകുലവാസൻ തടഞ്ഞു. പറയൂ. നീതി, ന്യായം, സത്യം തുടങ്ങിയ വാക്കുകളെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. ആ ദൈവം പോലും രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണത്തിലാണ്. രാഷ്ട്രീയ സ്വാധീനം വളരെയധികമുള്ള ആ വിനോദ് കുമാറുമായി എന്തിനാണ് മുട്ടുന്നത്? നോക്കൂ ഗോകുൽ, ഒരു ജഡ്ജി ആരെയും ഭയപ്പെടരുത്. ഈ കേസിൽ ഞാൻ വ്യക്തവും ശരിയായതുമായൊരു വിധി പറയണമെന്നതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ നിയമവകുപ്പ് വിനോദ് കുമാറിൻ്റെ കൊലപാതക കേസ് എന്നെ ഏൽപ്പിച്ചത്. എനിക്ക് നീതിയും സത്യവും 2 കണ്ണുകൾ പോലെയാണ്. ആ കണ്ണുകൾ അടച്ചുകൊണ്ട് വിധി പറയാൻ ഞാൻ തയ്യാറല്ല. വിനോദ് ഒട്ടും ദയയില്ലാതെയാണ് ഒരു യുവതിയെ കൊലപ്പെടുത്തിയത്. ഒരു പുതിയ ബ്ലേഡ് എടുത്ത് ആ പെൺകുട്ടിയുടെ ശരീരം മുഴുവനും വരഞ്ഞാണ് കൊന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കൊലയാളിയെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ജഡ്ജിയായ ഞാൻ അനുവദിക്കണോ? അച്ഛാ, നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും വേണ്ട ഗോകുൽ. വേറെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ അത് സംസാരിക്കേ. നിന്റെ എക്സ്പോർട്ട് ബിസിനസ് എങ്ങനെ പോകുന്നു? നമ്മുടെ എസ്റ്റേറ്റിലെ ചായപ്പൊടി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഗുണനിലവാരമില്ലെന്ന് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഗുണനിലവാരം കൂട്ടിയോ ഇല്ലയോ? കൂട്ടിയിട്ടുണ്ട്, പക്ഷെ ഓർഡർ വരുന്നില്ല. ഓർഡറെല്ലാം തീർച്ചയായും വരും. വേണമെങ്കിൽ ഓർഡർ പിടിക്കാൻ ഒരു മിനി യൂറോപ്പ് ടൂർ പോയി വരൂ. അച്ഛാ, എനിക്കിപ്പോൾ ബിസിനസ്സിനെ കുറിച്ചല്ല ആശങ്ക, അച്ഛനെ കുറിച്ചാണ്. ഇപ്പോൾ അച്ഛൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒന്നുകിൽ ആ വിനോദ് കുമാറിനെ വെറുതെ വിടുക, അല്ലെങ്കിൽ ഈ കേസിൽ നിന്നും ഒഴിയുക. നീ പറഞ്ഞ ഈ 2 കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയില്ല. വിനോദ് കുമാർ തൂക്കുമരത്തിൽ കയറുന്നത് ഉറപ്പാണ്. അച്ഛാ,
പോയി കിടന്നുറങ്ങ്. ജനങ്ങളിപ്പോൾ ഈ നീതിന്യായ വ്യവസ്ഥയിൽ മാത്രമാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഗോകുലും സുഭദ്രയും കൂടുതൽ സംസാരിക്കണമോ അതോ മുറിക്ക് പുറത്തേക്ക് പോകണമോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സുന്ദറിൻ്റെ അടുത്തിരുന്ന ടെലിഫോൺ ശബ്ദിച്ചു. അദ്ദേഹം റിസീവർ എടുത്തു. ഹലോ. മറുഭാഗത്ത് DGP ശർമ്മയായിരുന്നു. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. നാളെ രാവിലെ ഫോൺ ചെയ്യണമെന്നാണ് കരുതിയത്, പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്താ കാര്യം? വീണ്ടും ഒരു കാസറ്റ് വന്നിട്ടുണ്ട്. കാസറ്റ് ഇട്ട് നോക്കിയോ? നോക്കി. എന്താ പറയുന്നത്? അല്പം അപകടമാണ്. ചോളവരം വിവേക് ബൈപ്പാസ് റോഡിലൂടെ വേഗത്തിൽ കാർ ഓടിച്ച് വെളിമ്പ്രദേശത്ത് നിർമ്മിച്ചിരുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് പോയി. ബോസ്, വിഷ്ണു വിളിച്ചു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാണ് പോകുന്നത്? അതെന്നോട് പറഞ്ഞുകൂടെ? നീ ഫയർ ആംസ് വായിച്ചോ? വായിച്ചു. എന്നാ നീ ഇടതുവശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. വിഷ്ണു തിരിഞ്ഞു നോക്കി. 200 മീറ്റർ അകലെ കത്തുന്ന വെയിലിൽ ഒരു ആസ്പെറ്റോസ് മേൽക്കൂരയും അതിനടുത്ത് 2 പോലീസ് പെട്രോളിംഗ് കാറുകളും ഒരു പോലീസ് ജീപ്പും ഒരു വെള്ള അംബാസഡർ കാറും കണ്ടു. എന്താ ബോസേ കേസ്? കമ്മീഷണർ 1 മണിക്കൂർ മുമ്പ് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. കൊലപാതകമാണോ? പിന്നെ പോക്കറ്റടി കേസിനാണോ നമ്മൾ ഇത്ര ദൂരം വന്നത്? മരിച്ചത് ആണാണോ പെണ്ണാണോ ബോസ്? അവിടെയാണ് സംശയം. അങ്ങനെയെങ്കിൽ എടാ. സോറി ബോസ്. കാർ ആ ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി. അടുത്തേക്ക് ചെല്ലുന്തോറും ആസ്പെറ്റോസ് മേൽക്കൂരയിൽ അടുത്തായി വെച്ചിരുന്ന വലിയ ബോർഡ് കണ്ണിൽപ്പെട്ടു. ടുഡേ സൊല്യൂഷൻസ് ദി കമ്പ്യൂട്ടർ പീപ്പിൾ. ബോർഡിനടുത്ത് കാറ് നിന്നു. വിവേകും വിഷ്ണുവും കാറിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും ഒരു ഇൻസ്പെക്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് അവരെ എതിരേറ്റു. കമ്മീഷണർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സാർ. വിവേക് ഇൻസ്പെക്ടറുടെ പിന്നാലെ നടന്നു. നിശബ്ദമായ മുഖങ്ങൾക്കിടയിൽ നിന്നും സെൽഫോണിൽ ആരോടും കേൾക്കാത്ത ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കമ്മീഷണർ പരാങ്കുശം വിവേകിനെ കണ്ടതും സെൽഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ട് 2 അടി മുന്നിലേക്ക് വന്നു. വരൂ വിവേക്. സോറി സാർ, വഴിയിൽ അല്പം ട്രാഫിക്, അതുകൊണ്ടാണ് വൈകിയത്. നോ പ്രോബ്ലം, പ്ലീസ് കം. കമ്മീഷണർ പരാങ്കുശം സംസാരിച്ചുകൊണ്ട് നടന്നു. ടുഡേ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടർ കമ്പനി ഡൈറ്റൽ പാർക്ക് പോലെ ഒരു വലിയ കമ്പ്യൂട്ടർ സിറ്റി ഇവിടെ നിർമ്മിക്കാനുള്ള ജോലികൾ ആരംഭിച്ചിരുന്നു. ഒരു വശത്ത് കുഴി തോണ്ടുമ്പോഴാണ് ആ തലയോട്ടി ലഭിച്ചത്. വെറും തലയോട്ടി മാത്രമാണോ? അതെ, തലയോട്ടിക്കുള്ളിൽ തറച്ച തോക്കിൻ്റെ ഉണ്ട അങ്ങനെയുണ്ട്. ആ ഉണ്ട ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം മാറ്റാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് കം ദിസ് സൈഡ് വിവേക്. കമ്മീഷണർ അസ്ഥിവാരത്തിനായി തോണ്ടിയ കുഴികൾക്കിടയിലൂടെ നടന്ന് ഒരു മൺകൂനയ്ക്ക് മുകളിൽ വെച്ചിരുന്ന ആ തലയോട്ടി കാണിച്ചു കൊടുത്തു. വിവേക ആ തലയോട്ടി വാങ്ങി നോക്കി. പല്ലുകൾ കാട്ടി ഇളിച്ചുകൊണ്ടിരിക്കുന്ന ആ തലയോട്ടിയിൽ മാംസം ഒന്നുമില്ലാതെ വൃത്തിയായിരിക്കുന്നു. തലയോട്ടിയുടെ പിൻഭാഗത്ത് ചെറിയൊരു വിള്ളൽ കാണാം. ആ വിള്ളലിൻ്റെ നടുവിൽ ഒരു ഉണ്ട ആഴത്തിൽ തറച്ചു നിൽക്കുന്നു. വിവേക് തൻ്റെ അടുത്തുള്ള ഇൻസ്പെക്ടറോട് ചോദിച്ചു, ഈ തലയോട്ടി കുഴിച്ചെടുത്ത സ്ഥലം ഏതാണ്? ഇൻസ്പെക്ടർ അടുത്തുള്ള കുഴി കാണിച്ചു. വിവേക് കുനിഞ്ഞു നോക്കി. മണ്ണെടുത്ത കുഴിക്ക് 4 അടി ആഴമുണ്ടായിരുന്നു. ഈ തലയോട്ടിയല്ലാതെ വേറെ എല്ലുകളൊന്നും കിട്ടിയില്ലേ? കിട്ടിയില്ല സാർ. ഇത് എത്ര അടി ആഴത്തിലാണ് കിട്ടിയത്? 2.5 അടി തോണ്ടിയപ്പോഴേ ഇത് കിട്ടി സാർ. തുടർന്ന് 2 അടി കൂടി ആഴത്തിൽ തോണ്ടി നോക്കി. ഒന്നും കിട്ടിയില്ല. ഡോഗ് ട്രെയിനർക്ക് വിവരം നൽകിയോ? നൽകി സാർ. സീസർ വരുന്നുണ്ട്. സ്പോട്ട് ഫോറൻസിക് റിപ്പോർട്ട് എന്താണ്? ഈ തല ഇവിടെ കുഴിച്ചിട്ടിട്ട് 1 വർഷമായിട്ടുണ്ടാകുമെന്ന് ചീഫ് FO പറഞ്ഞിട്ടുണ്ട് സാർ. ഇത് ആണാണോ പെണ്ണാണോ എന്ന് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാലേ അറിയൂ എന്നും പറഞ്ഞു. ഇൻസ്പെക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കെ ചീഫ് ഫോറൻസിക് ഓഫീസർ വിവേകിൻ്റെ അടുത്തേക്ക് വന്നു. സാർ, ഈ തലയോട്ടിയിൽ നിന്നും ഉണ്ട മാറ്റിയാലോ? പ്ലീസ്. വിവേക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തലയോട്ടി ഫോറൻസിക് ഓഫീസർക്ക് നൽകി. അദ്ദേഹം അത് വാങ്ങി മാറിപ്പോയി. ദൂരെ വാൻ കണ്ടു. വിഷ്ണു പിന്നിൽ നിന്നും പറഞ്ഞു, ബോസ്, ഡോഗ് വന്നു. വിഷ്ണു, വിവേക് പതുക്കെ വിളിച്ചു. ബോസ്, സീൻ ഓഫ് ക്രൈം നോക്കൂ. ബോസ്, ഇതൊരു വർഷം മുമ്പ് കുഴിച്ചിട്ടതാണ്. സീൻ ഓഫ് ക്രൈമിൽ ഒന്നും കിട്ടിയിട്ടില്ല ബോസ്. നന്നായി നോക്കൂ, കിട്ടും. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചോ? എന്ത്? ഒരുത്തൻ തലയിൽ ചുവന്ന തോർത്ത് കെട്ടിയിട്ടുണ്ട്, നോക്കൂ. അതെ, ഈ കുഴിയെടുത്ത തൊഴിലാളി. അവൻ ശരിയല്ല. അതെന്താ ബോസ് അങ്ങനെ പറയുന്നേ? അവൻ്റെ അടുത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. വിയർക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ട് കഷ്ടപ്പെട്ട് ഉമിനീർ ഇറക്കുന്നു. വലതുകൈ ഇടയ്ക്കിടെ അരയിലേക്ക് പോകുന്നുണ്ട്. അതേലോ ബോസ്, പോയി അവനെ പിടിക്കാം. വിഷ്ണു വിവേകിൻ്റെ അടുത്ത് നിന്ന് മാറി മരത്തിനടിയിൽ നിന്നിരുന്ന ആ തൊഴിലാളിയെ ലക്ഷ്യമാക്കി പോയി. അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് സംസാരിച്ചു. നിന്റെ പേരെന്താ? തൊഴിലാളി തൻ്റെ തലയിൽ കിട്ടിയിരുന്ന ചുവന്ന തോർത്ത് പതുക്കെ അഴിച്ച് കയ്യിൽ പിടിച്ചു. മാരപ്പൻ സാർ. കുഴിയെടുത്തത് നീയാണോ? അതെ സാർ. തലയോട്ടി ആദ്യം കണ്ടിട്ട് വിവരം പറഞ്ഞതും നീയാണോ? അതെ സാർ. നീ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? ഇല്ല സാർ. ശരി, വാ പോകാം. എന്തിനാ സാർ?
നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം. മറ്റുള്ളവരെ നീ പറ്റിക്കാം, എന്നെ പറ്റിക്കാൻ കഴിയില്ല. നിന്റെ മുഖത്താണ് കണ്ണ്, പോലീസുകാരന് ശരീരം മുഴുവനും കണ്ണാണ്. വാ, സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. വേണ്ട സാർ, ഞാൻ കുഴിയിൽ നിന്നും എടുത്തു തരാം സാർ. 2 കൈകളും തലയ്ക്ക് മുകളിൽ ഉയർത്തി തൊഴുത മാരപ്പൻ തൻ്റെ മുണ്ടിൻ്റെ മടക്കഴിച്ച് അത് പുറത്തെടുത്തു. സുന്ദർ ഞെട്ടിപ്പോയി. എന്ത് അപകടം? നിങ്ങളുടെ കാർ ഡ്രൈവറുടെ പേര് ദുരൈമാണിക്യം എന്നാണോ? അതെ. നിങ്ങളുടെ കൂടെ 30 വർഷമായി ഡ്രൈവറാണല്ലോ? അതെ. ആ ഡ്രൈവർ ദുരൈമാണിക്യത്തെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ്. നിങ്ങൾ അവരുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ദുരൈമാണിക്യം ജീവനോടെ ഉണ്ടാകില്ല. ഒരു വിശ്വസ്തനായ ഡ്രൈവറുടെ ജീവൻ ബലി കൊടുക്കണോ വേണ്ടയോ എന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. കാസറ്റ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കേൾപ്പിക്കണോ? വേണ്ട ശർമ്മ, ഒരു തെരുവുനായ കുരയ്ക്കുന്നു, അത് ശ്രദ്ധിക്കാതെ നമ്മൾ ജോലി ചെയ്യുക. സുന്ദർ, ഞാനൊരു ഉപദേശം പറയട്ടെ? പറയൂ. ആ വിനോദ് കുമാറുമായി ബന്ധപ്പെട്ട കൊലപാതക കേസ് വിധി അടുത്ത ആഴ്ച പറയാതെ 2 മാസത്തേക്ക് നീട്ടിവെക്കൂ. ഒരു വ്യക്തിയെ കണ്ട് നീതിന്യായ വ്യവസ്ഥ ഭയപ്പെടാൻ പാടില്ല DGP സാർ. ഇത് ഭയമല്ല, ശത്രുവിനെ നേരിടാൻ വേണ്ടിയുള്ളതാണ്. ക്ഷമിക്കണം ശർമ്മ, ഒരു കൊലപാതകയെ കണ്ട് ഭയപ്പെടുന്ന പോലെ അഭിനയിക്കാൻ പോലും ഞാൻ തയ്യാറല്ല. അടുത്ത ആഴ്ച ഞാൻ പറയാൻ പോകുന്ന വിധിയിൽ ഒരു മാറ്റവുമില്ല. ഞാൻ വിധി പറയുന്നതിന് മുമ്പ് ഡ്രൈവർ ദുരൈമാണിക്യത്തെ ജീവനോടെ രക്ഷിക്കാൻ നിങ്ങളുടെ പോലീസ് വകുപ്പാണ് ശ്രമിക്കേണ്ടത്. അത്രയും പറഞ്ഞുകൊണ്ട് റിസീവർ താഴെ വെച്ചു സുന്ദർ. അതേ വേഗത്തിൽ ഗോകുലിനെ നോക്കി. വാ, ഒരു സ്ഥലം വരെ പോയി വരാം. എങ്ങോട്ടാച്ചാ? വാ പറയാം. ആവേശത്തോടെ എഴുന്നേറ്റ സുന്ദർ വേഗത്തിൽ പോർച്ചിലേക്ക് നടന്നു. ഗോകുൽ ആശയക്കുഴപ്പത്തോടെ പിന്നാലെ പോയി. ക്രൈം മീറ്റിംഗ്. ഉരുണ്ട മേശയ്ക്ക് ചുറ്റും പോലീസ് കമ്മീഷണർ പരാങ്കുശം, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സഞ്ജയ്, അസിസ്റ്റന്റ് കമ്മീഷണർ റോയ്, വിവേക്, വിഷ്ണു എന്നിവർ ഇരുന്നു. വിവേക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മുത്തുമാല മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മാരപ്പൻ കുഴിയിൽ നിന്നും മോഷ്ടിച്ചു വച്ചിരുന്ന മാലയാണ്. ഇത് കാണാൻ മുത്തുമാല പോലെ തോന്നുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൽ കോർത്തിരിക്കുന്നത് മുത്തുകളല്ല, മുത്തുകളെന്ന് തോന്നിപ്പിക്കുന്ന രസഗുളികകളാണ്. പരാങ്കുശൻ ചോദിച്ചു, യു മീൻ മെർക്കുറി? അതെ സാർ, ഇത് കുഴിയിൽ നിന്നും കിട്ടിയതായതുകൊണ്ട് ആ തലയോട്ടിയുടെ ഉടമയായ ആള് ധരിച്ചതാകാം. അങ്ങനെയെങ്കിൽ മരിച്ചത് ഒരു സ്ത്രീയാകാം. മേ ബി. പക്ഷെ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം അത് സ്ത്രീയുടെ തലയോട്ടിയാണോ പുരുഷൻ്റേതാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ലല്ലോ. ഈ രസഗുളികമാല പുരുഷന്മാരും ധരിക്കാറുണ്ട്, സ്ത്രീകളും ധരിക്കാറുണ്ട്. ഈ മാലയിൽ വൈദ്യശാസ്ത്രവും ആത്മീയതയും കലർന്നിട്ടുണ്ടെന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനാൽ മരിച്ചത് ഒരു ആത്മീയ വ്യക്തിയുമാകാം. വിവേക്, ആ തലയോട്ടിയിൽ തറച്ചിരുന്ന ഉണ്ടകൾ പുറത്തെടുത്ത് പരിശോധിച്ച ഫോറൻസിക് ആളുകൾ അത് ടാൻഡം ബുള്ളറ്റ്സ് ആണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. സാധാരണയായി ടാൻഡം ഉണ്ടകൾ സൈന്യത്തിൽ ഉപയോഗിക്കാറുള്ളതാണ്. തോക്കിൽ നിന്നും ഒരിക്കൽ വെടിയുതിർത്താൽ 2 ഉണ്ടകൾ ഒരേ സമയം കുതിച്ചു ചെന്ന് ശത്രുവിൻ്റെ ജീവനെടുക്കും. അത്തരം ഉണ്ടകൾക്കാണ് ടാൻഡം ഉണ്ടകൾ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം മാത്രം അടിസ്ഥാനമാക്കി നോക്കിയാൽ സൈന്യത്തിലുള്ള ആരെങ്കിലും ആകാം കൊലയാളിയെന്ന് കരുതാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട് ടാൻഡം തോക്കുകൾ ആരെങ്കിലും കള്ളത്തരത്തിൽ നിർമ്മിച്ചുകൂടാ? ആ കാര്യവും തള്ളിക്കളയാനാകില്ല. ഇന്ന് പണം കൊടുത്താൽ കള്ളച്ചന്തയിൽ എന്ത് ആയുധവും വാങ്ങാൻ കിട്ടും. തലയോട്ടിയുടെ ഉടമയ്ക്ക് 30നും 35നും ഇടയിൽ പ്രായമുണ്ടാകണമെന്നും തല അവിടെ കുഴിച്ചിട്ടിട്ട് 1 വർഷമായിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കുഴിച്ചിട്ട സ്ഥലത്ത് തലമുടിയൊന്നും കിട്ടാത്തതുകൊണ്ട് തല മുണ്ടനം ചെയ്തതിന് ശേഷമായിരിക്കണം കുഴിച്ചിട്ടിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവേക് തൻ്റെ മുന്നിലിരുന്ന ഉദ്യോഗസ്ഥരെ ഒന്ന് നോക്കിയ ശേഷം സംസാരിക്കാൻ തുടങ്ങി. സാർ, നമുക്ക് കിട്ടിയ ഈ രസഗുളികമാല ഈ കൊലപാതക കേസിലെ പ്രധാന തെളിവാണ്. ഔഷധ ഗുണമുള്ള ഈ മാലയെക്കുറിച്ച് ഞാൻ പുറത്തന്വേഷിച്ചപ്പോൾ പത്രപ്രവർത്തകനായ ഒരു സുഹൃത്ത് ഒരു ബുക്ക്ലെറ്റ് തന്നു. വിവേക് തൻ്റെ ബ്രീഫ് കേസ് തുറന്ന് ആ ബുക്ക്ലെറ്റ് എടുത്ത് നൽകി. കമ്മീഷണർ പരാങ്കുശം അത് വാങ്ങി നോക്കി. പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ സകല രോഗ നിവാരണി രസഗുളിക ചില അപൂർവ സത്യങ്ങൾ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു. കമ്മീഷണർ ആദ്യ പേജ് മറിച്ചു. ഈ പുസ്തകം വിശ്വാസത്തോടെ വായിക്കുക. ഇത് തട്ടിപ്പല്ല, പണം തട്ടുന്ന ജോലിയുമല്ല. 99 വയസ്സുള്ള ജഗജ്യോതി സ്വാമികൾ കഴിഞ്ഞ 75 വർഷമായി ഈ ആത്മീയ രസഗുളിക മാലകൾ നിർമ്മിക്കുകയും 108-ാം ദിവസം പൂജ ചെയ്യുകയും ഭക്തർക്ക് നൽകി അവരുടെ രോഗങ്ങളും കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്യുന്നു. ഹൃദ്രോഗമുള്ളവർ 2 ലക്ഷം രൂപ ചെലവാക്കി ബൈപ്പാസ് സർജറി ചെയ്യുന്നു. അവർ ഈ അപൂർവ മാല ധരിച്ചാൽ ഹൃദ്രോഗം ഭേദമാകും. ഇതൊക്കെ തെളിയിക്കപ്പെട്ട സത്യങ്ങളാണ്. അടുത്ത പേജ് മറിച്ചു കമ്മീഷണർ. രസഗുളികയും അതിൻ്റെ ഗുണങ്ങളും. വിദേശത്ത് പോയി പഠിക്കാൻ, സമ്പത്തും പ്രശസ്തിയും നേടാൻ, വിവാഹ തടസ്സം മാറാൻ, സന്താന ഭാഗ്യത്തിന്, ദുരാത്മാക്കളിൽ നിന്നും രക്ഷ നേടാൻ, ആസ്മ, ബുദ്ധിഭ്രമം, വാദം, പനി, അപസ്മാരം, പക്ഷാഘാതം, ഹൃദ്രോഗങ്ങൾ,
ലൈംഗിക ബലഹീനത, വശീകരണം തുടങ്ങി പുറത്തു പറയാൻ കഴിയാത്ത എല്ലാ രോഗങ്ങളെയും ഈ മാല ധരിച്ചാൽ സൂര്യനെ കണ്ട മഞ്ഞുപോലെ ഉരുകിപ്പോകും. സിദ്ധന്മാരുടെ രഹസ്യ കണ്ടുപിടുത്തമായ മരതക രഞ്ജിതം എന്ന ഔഷധം ഉപയോഗിച്ച് ഈ ഗുളികകൾ നിർമ്മിക്കുന്നു. കമ്മീഷണർ വായന നിർത്തി വിവേകിനെ നോക്കി. വിവേക്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോ? വായിച്ചു സാർ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? സാർ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ല. എങ്കിലും ജഗജ്യോതി സ്വാമികൾ ഒരു വിശ്വസ്തനായ ആത്മീയവാദിയാണ്. ഏളാമ്പാക്കത്തിനടുത്ത് അദ്ദേഹം ഒരു ദക്ഷിണമൂർത്തി കോവിൽ കെട്ടി നന്നായി നടത്തുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ജഗജ്യോതി സ്വാമികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 99 വയസ്സാണെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നല്ല തെളിച്ചത്തോടെയാണ് സംസാരിക്കുന്നത്. കണ്ണടയില്ല. ഒരു പല്ല് പോലും കൊഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. ഈ മാല കാണിച്ച് ജഗജ്യോതി സ്വാമികളോട് ഒന്ന് അന്വേഷിച്ചാലോ സാർ? 1 വർഷം മുമ്പ് ഈ മാലകൾ ആർക്കൊക്കെയാണ് നൽകിയതെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകും. ഇതിനൊരു വലിയ വിലയുണ്ട്. അത് നൽകിയവരുടെ ലിസ്റ്റ് അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടാകാം. വിവേക് സംസാരിച്ചുകൊണ്ടിരിക്കെ മേശപ്പുറത്തെ ഫോൺ ശബ്ദിച്ചു. കമ്മീഷണർ എടുത്തു. യെസ്. മറുഭാഗത്ത് കമ്മീഷണറുടെ അസിസ്റ്റൻ്റായിരുന്നു. സാർ, ഫോറൻസിക് ചീഫ് നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു സാർ. ആ ചോളവരം കേസിൻ്റെ റിപ്പോർട്ടാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ക്രൈം മീറ്റിലേക്ക് വിടൂ. യെസ് സാർ. കമ്മീഷണർ വിവരം വിവേകിനോട് പറയുമ്പോൾ ഫോറൻസിക് ചീഫ് മഹാദേവൻ ഗുഡ് മോർണിംഗ് ടു എവരിബഡി എന്ന് പറഞ്ഞ് അകത്തേക്ക് വന്നു. വരൂ മഹാദേവൻ, ചോളവരം റിപ്പോർട്ട് എന്താണ് പറയുന്നത്? ഫൈനൽ റിപ്പോർട്ട് മുംബൈയിൽ നിന്നും കുറച്ചു മുമ്പാണ് വന്നത് സാർ. തലയോട്ടി ആണാണോ പെണ്ണാണോ? പെണ്ണാണ് സാർ. അതെങ്ങനെ? എന്ത് വെച്ചാണ് പെണ്ണാണെന്ന് തീരുമാനിക്കുന്നത്? തലയോട്ടിയിലുണ്ടായിരുന്ന ഓർബിറ്റ് കൺകുഴികൾ വെച്ചാണ് ഫൈനൽ റിപ്പോർട്ട് തന്നിരിക്കുന്നത് സാർ. സാധാരണ ഓർബിറ്റ് പുരുഷന്മാർക്ക് വീതിയുള്ളതും സ്ത്രീകൾക്ക് കുറുകിയതുമായിരിക്കും. ഈ ഒരു തെളിവ് വച്ചാണ് സ്ത്രീയുടേതാണെന്ന് ഉറപ്പിച്ചത്. സാധാരണയായി മുംബൈ നാഷണൽ ഫോറൻസിക് റിപ്പോർട്ടുകൾ തെറ്റാറില്ല സാർ. അപ്പോൾ മരിച്ചതൊരു സ്ത്രീയാണ്. അതെ. യുവതിയാണോ? പ്രായം 25-നും 30-നും ഇടയിലാണെന്ന് റിപ്പോർട്ടിലുണ്ട് സാർ. കൂടാതെ തലയോട്ടിയുടെ ഘടന കമ്പ്യൂട്ടറിൽ നൽകി ആ യുവതി ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് 4-5 ഫോട്ടോകളും തയ്യാറാക്കിയിട്ടുണ്ട് സാർ. ഫോറൻസിക് ചീഫ് മഹാദേവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവർ തുറന്ന് ഉള്ളിലിരുന്ന ഫോട്ടോസ് മേശപ്പുറത്ത് വെച്ചു. എല്ലാവരുടെയും നോട്ടം ആ ഫോട്ടോകളിലേക്ക് പതിഞ്ഞു. സുന്ദർ കാർ വേഗത്തിൽ ഓടിച്ചുകൊണ്ടിരുന്നു. അടുത്തിരുന്ന ഗോകുൽ പരിഭ്രമത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛാ, നമ്മളിപ്പോൾ എങ്ങോട്ടായി പോകുന്നത്? അദ്ദേഹം മിണ്ടിയില്ല. അച്ഛാ, നിങ്ങളോടാണ്. ഇപ്പോൾ എങ്ങോട്ടായി പോകുന്നത്? ആ വിനോദ് കുമാറിൻ്റെ വീട്ടിലേക്ക്. അവൻ്റെ വീട്ടിലേക്കോ? എന്തിന്? വിനോദിൻ്റെ അച്ഛൻ ജനാർദ്ദനെ കണ്ട് 2 വാക്ക് ചോദിക്കാൻ തന്നെ. അച്ഛാ, നിങ്ങൾ വിനോദ് കുമാറിൻ്റെ വീട്ടിൽ പോകുന്നത് ശരിയല്ല. ഒരു ഹൈക്കോടതി ജഡ്ജി പ്രതിയുടെ വീട്ടിൽ പോകുമോ? നോക്കൂ ഗോകുൽ, ഞാനിപ്പോൾ ജഡ്ജിയല്ല. കോടതിയിൽ പോയാലേ ജഡ്ജിയാകൂ. ഇപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എൻ്റെ ഉള്ളിലും ദേഷ്യമുണ്ട്. ആ ജനാർദ്ദനൻ നാട്ടിലെ വലിയ മനുഷ്യനായിരിക്കാം. എന്നോട് മുട്ടണമെന്നുണ്ടെങ്കിൽ നേരിട്ട് മുട്ടണം. അത് കാണിക്കാതെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എന്ത് ന്യായമാണ്? അച്ഛാ, ഈ കാര്യം പോലീസ് നോക്കിക്കോളൂ. പോലീസ് DGP ഈ കാര്യത്തിലൊന്നും ചെയ്യില്ല. അന്വേഷണമെന്ന് പറഞ്ഞ് ദിവസങ്ങൾ നീണ്ടുപോകും. അതിൻ്റെ ഉള്ളിൽ അവർ നമ്മുടെ ഡ്രൈവറെ കൊല്ലും. സുന്ദർ ദേഷ്യത്തോടെ സംസാരിച്ച് സാലി ഗ്രാമത്തിലുള്ള ആ വലിയ ബംഗ്ലാവിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ കാറ് നിർത്തി ഹോണടിച്ചു. ഗോകുൽ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചു. അച്ഛാ, പ്ലീസ്, വേണ്ട, കാറ് തിരിക്ക്. നിയമത്തിനും നീതിക്കും കാവലായിരിക്കേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനൊരു ഗുണ്ടയെപ്പോലെ പെരുമാറാൻ പാടുണ്ടോ? സുന്ദർ മകൻ്റെ വാക്ക് ശ്രദ്ധിക്കാതെ വീണ്ടും ഹോണടിച്ചു. ഗേറ്റിൻ്റെ ചെറിയ വാതിൽ തുറന്ന് വാച്ച്മാൻ പുറത്തു വന്നു. അവൻ വിനയത്തോടെ കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കി. സുന്ദർ ദേഷ്യത്തിൽ ചോദിച്ചു, ജനാർദ്ദനുണ്ടോ? അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റാണ്. വീട്ടിലാരുമില്ല. ഗോകുൽ ചോദിച്ചു, അദ്ദേഹത്തിന് എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക്. ഏത് ഹോസ്പിറ്റൽ? വേദനായകം നഴ്സിംഗ് ഹോം. എപ്പോഴാണ് അഡ്മിറ്റായത്? ഇന്ന് വൈകുന്നേരം. വാച്ച്മാൻ വിനയത്തോട് ചോദിച്ചു, അല്ല, നിങ്ങളാരാണ്? സുന്ദർ ഒന്നും മിണ്ടാതെ കാർ റിവേഴ്സ് എടുത്ത് റോഡിലൂടെ പറന്നു. എല്ലാം വെറും കളവാണ്. യഥാർത്ഥത്തിൽ ജനാർദ്ദന് ഹാർട്ട് അറ്റാക്കാണെന്ന് നീ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടായിക്കൂടാച്ചാ? ചെയ്യുന്നതെല്ലാം ചെയ്തിട്ട് ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. ഡ്രൈവർ ദുരൈമാണിക്യത്തിന് എന്തെങ്കിലും സംഭവിക്കട്ടെ, ആ കുടുംബത്തെ ഞാനൊരു വഴിയാക്കും. അച്ഛാ, നിങ്ങൾ ഹൈക്കോടതി ജഡ്ജിയാണ്. ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളുടെ പദവിക്ക് ചേർന്നതല്ല. പോലീസിനെ ഏൽപ്പിച്ചിട്ട് സമാധാനമായിരിക്കുമോ? ഞാൻ ജഡ്ജി ആയതുകൊണ്ടാണ് കയ്യിൽ ആയുധം എടുക്കാത്തത്. കോളമ്പാക്കത്തിൽ നിന്നും 1 കിലോമീറ്റർ മാറി മരങ്ങൾ നിറഞ്ഞ തോട്ടത്തിനുള്ളിലായിരുന്നു ജഗജ്യോതി സ്വാമികളുടെ ആശ്രമം. വിവേകും വിഷ്ണുവും കാറിൽ ആശ്രമത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ച സ്വാമികളുടെ ഭക്തർ എല്ലായിടത്തും ഉണ്ടായിരുന്നു.
ബോസ്, തിരക്കുണ്ടായിട്ടും ഒരു ചെറിയ ശബ്ദം പോലുമില്ലല്ലോ. സത്യത്തിൽ ഈ അന്തരീക്ഷം മനസ്സിന് നല്ലതാണ്. നാളെ തന്നെ 2 പച്ച യൂണിഫോം തുന്നിച്ചാലോ ബോസ്? വിവേക് പ്രവേശന കവാടത്തിൽ എഴുതിയിരുന്ന വരികൾ വായിച്ചു. മുക്തി എന്നാൽ എന്ത്? ഒന്ന് മറ്റൊന്നിലേക്ക് ലയിക്കുന്ന അവസ്ഥയിൽ ഒന്നുമല്ലാത്ത ഒന്നായി തീരുന്നതാണ് യഥാർത്ഥ മുക്തി. വിഷ്ണു, വല്ലതും മനസ്സിലാകുന്നുണ്ടോടാ? ബോസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഹൈടെക് ബുദ്ധി വേണം. എൻ്റേത് LKG ലെവലാണ്. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എന്നെ കാണിക്കരുത് ബോസ്. വിഷ്ണു ഇടത്തോട്ട് നോക്കി പറഞ്ഞു. ആഹാ, എന്താടാ? ജഗജ്യോതി സ്വാമികൾക്ക് ഒരുപാട് ശിക്ഷകളുമുണ്ടല്ലോ ബോസ്. എടാ അടങ്ങിയിരേ. വിഷ്ണു വിവേകിനെ വകവയ്ക്കാതെ കയ്യിൽ പുസ്തകവുമായി പോകുന്ന പച്ച സാരി ധരിച്ച ഒരു സ്ത്രീയെ സഹോദരി എന്ന് വിളിച്ചു നിർത്തി. അവർ നിന്നു. എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത് സഹോദരി? അതോ ധ്യാനമണ്ഡപത്തിലേക്ക്. അവിടെ എന്താ നടക്കുന്നത്? ഇന്ന് സ്വാമികളുടെ പ്രസംഗമുണ്ട്. എല്ലാവർക്കും പ്രവേശനമുണ്ടോ? ഉണ്ട്. ആ സ്ത്രീ നടന്നുപോയി. വിഷ്ണു മനസ്സിൽ പാടി. എന്താടാ, പാട്ടാണോ? എങ്ങനെ ബോസ് കണ്ടുപിടിച്ചു? എടാ, നിന്നെ എനിക്കറിയില്ലേ. ഇനി നീ ആരോടും സംസാരിക്കരുത്. നടക്കൂ. ഇങ്ങോട്ട് ബോസ്. ധ്യാനമണ്ഡപത്തിലേക്ക്. അവർ നടന്നു. 200 മീറ്റർ നടന്നപ്പോൾ വലിയൊരു പന്തൽ കണ്ടു. പന്തൽ നിറയെ പച്ച വസ്ത്രം ധരിച്ച സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നു. സ്പീക്കറിലൂടെ മന്ത്രം കേൾക്കാം. വേദിയിൽ വെള്ളത്താടിയും പച്ച വസ്ത്രവുമായി ജഗജ്യോതി സ്വാമികൾ പത്മാസനത്തിലിരിക്കുന്നു. ബോസ്, സിനിമ കാണുന്നത് പോലെയുണ്ട്. സ്വാമികൾ പവർഫുള്ളാണെന്ന് തോന്നുന്നു. വായടക്കി. വിവേക് അകത്ത് കയറിയിരുന്നു. 10 മിനിറ്റ് നിശബ്ദതയ്ക്ക് ശേഷം സ്വാമികൾ സംസാരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം. ഈ ലോകത്തെ അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ. അളവറ്റ ഊർജവും മാനസിക ശക്തിയുമുള്ള മനുഷ്യൻ അത് ശരിയായി ഉപയോഗിക്കാത്തതിനാൽ ആരോഗ്യം നശിക്കുന്നു. ഇത് പരിഹരിക്കാനാണ് നമ്മുടെ മുൻഗാമികളായ സിദ്ധന്മാരും യോഗികളും ധ്യാനവും യോഗവും ലോകത്തിന് നൽകിയത്. ഒരുവൻ പാവപ്പെട്ടവനായാലും രാജാവായാലും പൂർണ്ണമായ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയാനാകില്ല. കാരണം ശരീരം അനുഭവിക്കുന്നത് സന്തോഷവും മനസ്സനുഭവിക്കുന്നത് ആഹ്ലാദവുമാണ്. ഇവ രണ്ടും താൽക്കാലികമാണ്. ഒരാൾക്ക് നിത്യമായ ആനന്ദം ലഭിക്കണമെങ്കിൽ ജീവന്റെ കേന്ദ്രത്തെ അറിയണം. അദ്ദേഹം തുടർന്നു. അണ്ഡത്തിലുള്ളത് തന്നെയാണ് പിണ്ഡത്തിലുമുള്ളത്, അതായത് ശരീരത്തിലുള്ളത്. പഞ്ചഭൂതങ്ങളുടെ പ്രതിരൂപമാണ് നമ്മൾ. ഈ ലോകത്തെ ഏത് ജീവിയായാലും പ്രപഞ്ചത്തിൽ നിന്നാണ് ഊർജം സ്വീകരിക്കുന്നത്. ഈ ഊർജം കഴിയുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത്. ഇത് തടയാൻ ധ്യാനം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ 72,000 നാഡീ ഞരമ്പുകളുണ്ട്. ഇവ കൂടിച്ചേരുന്ന ഇടങ്ങളാണ് ചക്രങ്ങൾ. ധ്യാനത്തിലൂടെ ഇവ പ്രവർത്തിക്കുന്നു. ധ്യാനത്തിന് 5 ഘട്ടങ്ങളുണ്ട്. ബോസ്, ഒരു പായയും തലയിണയും കിട്ടുമോ എന്ന് നോക്ക്. സ്വാമികൾ പ്രസംഗം തീർക്കുന്നതുവരെ ഒന്നുറങ്ങാം. എടാ മരമണ്ടൻ, സ്വാമികൾക്ക് അറിവുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ബിസിനസ്സില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താ ബോസ്? ഇവിടെ കാണിക്കവഞ്ചിയില്ല, സംഭാവന കാര്യങ്ങളുമില്ല. ഇതൊരു നല്ല ആശ്രമമാണ്. വിവേക് സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരാൾ അടുത്തു വന്നിരുന്നു. പച്ച വസ്ത്രം ധരിച്ച 50 വയസ്സുകാരൻ പുഞ്ചിരിച്ചു. നിങ്ങൾ മിസ്റ്റർ വിവേകാണോ? അതെ. അരമണിക്കൂർ കഴിഞ്ഞ് സ്വാമികളെ കാണാം. എൻ്റെ പേര് നിത്യാനന്ദം. സ്വാമികളുടെ PA ആണ്. ഞാൻ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? കമ്മീഷണർ ഫോൺ ചെയ്തിരുന്നു. ഒരു രസഗുളികമാലയെക്കുറിച്ച് അന്വേഷിക്കാൻ വരുമെന്ന് പറഞ്ഞു. അതെ, സ്വാമികളോട് പറഞ്ഞു. അദ്ദേഹം സഹകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതെപ്പോൾ തീരും? ഇപ്പോൾ തന്നെ തീരും. ദിവസവും നടക്കുന്നതാണ്. സ്വാമികൾക്ക് ശരിക്കും 99 വയസ്സുണ്ട്. നിത്യാനന്ദൻ ചിരിച്ചു. ഈ സംശയം എല്ലാവർക്കുമുണ്ട്. അത് വിശ്വസിക്കാൻ ഒരു വഴിയുണ്ട്. വേദനായകം ആശുപത്രി. കിടക്കയിൽ എഴുന്നേറ്റിരുന്ന ജനാർദ്ദനൻ DGP ശർമ്മയെ അത്ഭുതത്തോടെ നോക്കി. സാർ, എൻ്റെ മകൻ വിനോദ് കുമാറിനെ രക്ഷിക്കാൻ ഒരു ജഡ്ജിയെ ഭീഷണിപ്പെടുത്താൻ മാത്രം ഞാനൊരു ക്രിമിനൽ അല്ല. എൻ്റെ മകൻ അറിഞ്ഞോ അറിയാതെയോ ഒരു കൊലക്കേസിൽപ്പെട്ടു. സത്യമായിട്ടും അവനതിൽ പങ്കില്ല. സാഹചര്യങ്ങൾ എതിരായപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. സെഷൻസ് കോടതി അവനെ വെറുതെ വിട്ടു. ഹൈക്കോടതിയിലും അനുകൂല വിധി വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഈ സാഹചര്യത്തിൽ ആരോ വിനോദ് കുമാറിനെ കൊടുക്കാൻ ജഡ്ജിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഡ്രൈവറെയും തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതൊന്നും നിങ്ങളല്ല ചെയ്തത്? ഒരിക്കലുമല്ല സാർ. എൻ്റെ അടുത്ത് പണമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. എങ്കിലും ഞാൻ ആരോടും ശുപാർശയ്ക്ക് പോയിട്ടില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ വിനോദിനെതിരെ വിധി വരാൻ ആഗ്രഹിക്കുന്ന ആരോ ആണ് ഇത് ചെയ്യുന്നതെന്ന് കരുതുന്നുണ്ടോ? അതെ, മരിച്ച മഞ്ജുളയുടെ സഹോദരൻ ചെന്നൈയിലുണ്ട്. അവർ പണം ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ നൽകിയില്ല. അവരുടെ അഡ്രസ്സ് വക്കീലിൻ്റെ കയ്യിലുണ്ട്. DGP ശർമ്മയുടെ ഫോൺ ബെല്ലടിച്ചു. അദ്ദേഹം എടുത്തു. സാർ, ഞാൻ അമർനാഥാണ്. ജഡ്ജി സുന്ദറിൻ്റെ ഡ്രൈവർ ദുരൈമാണിക്യം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സ്വാമികൾ പ്രസംഗം തുടരുമ്പോൾ നിത്യാനന്ദം പറഞ്ഞു. സ്വാമികൾക്ക് 99 വയസ്സുണ്ടെന്ന് തെളിയിക്കാൻ
മൈലാപ്പൂരിൽ ഒരു സാക്ഷിയുണ്ട്, നരസിംഹാചാരി. അദ്ദേഹത്തിനും പ്രായം 99. അവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ 5ാം ക്ലാസ് വരെ പഠിച്ചവരാണ്. സ്വാമികൾ അങ്ങനെ ഇത്ര ഉന്മേഷത്തോടെ ഇരിക്കുന്നു? അതിന് കാരണം പ്രാണായാമവും മുദ്രകളുമാണ്. 70 വർഷമായി അദ്ദേഹം ഇത് ചെയ്യുന്നു. നിത്യാനന്ദൻ അവരെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ സ്വാമികളുടെ പലതരത്തിലുള്ള ഫോട്ടോകളുണ്ടായിരുന്നു. 108 മുദ്രകളെക്കുറിച്ച് അവിടെ എഴുതിയിരുന്നു. 15 മിനിറ്റിന് ശേഷം സ്വാമികൾ വേഗത്തിൽ മുറിയിലേക്ക് വന്നു. ജഡ്ജി സുന്ദർ കോപത്തിൻ്റെ അങ്ങേയറ്റത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത മകൻ ഗോകുലും മരുമകൾ സുഭദ്ര എന്നിവരും ഉണ്ടായിരുന്നു. എതിരിൽ DGP ശർമ്മയും ഇരിക്കുന്നു. മിസ്റ്റർ ശർമ്മ, എൻ്റെ ഡ്രൈവർ ദുരൈമാണിക്യം അതിക്രൂരമായി കൊല്ലപ്പെട്ടിട്ട് 4 ദിവസമായി. കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വിയർക്കുന്നു. വിനോദിൻ്റെ അച്ഛൻ ജനാർദ്ദനനാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് തെളിവില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് എനിക്ക് നൽകപ്പെട്ട ഭീഷണിയല്ല, നീതി ദേവതയ്ക്ക് നേരെ ഉയർത്തപ്പെട്ട ഭീഷണിയാണ്. DGP ശർമ്മ ദീർഘശ്വാസം വിട്ടു. മിസ്റ്റർ സുന്ദർ, നിങ്ങളുടെ ഡ്രൈവറെ കൊന്ന കൊലയാളിയെ പിടിക്കാൻ ഒരു പോലീസ് സ്ക്വാഡ് വളരെ ഊർജിതമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏത് നിമിഷവും കൊലയാളി പിടിയിലായേക്കാം. കഴിഞ്ഞ 4 ദിവസമായി ഇതേ മറുപടി തന്നെയാണ് മിസ്റ്റർ ശർമ്മ നിങ്ങളെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശർമ്മ കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് വാച്ച്മാൻ വാതിലിൻ്റെ അടുത്ത് വന്ന് മടിച്ചു നിന്നു. കയ്യിലൊരു ചെറിയ പാഴ്സൽ ഉണ്ടായിരുന്നു. എന്താണ്? കൊറിയറായിട്ടൊരു പാഴ്സൽ വന്നു സാർ. ഗോകുൽ പോയി പാഴ്സൽ വാങ്ങി നോക്കി. ഒരു ഡയറിയുടെ വലിപ്പമുള്ള പാഴ്സലായിരുന്നു അത്. 2 അഡ്രസ്സിൽ ജഡ്ജി സുന്ദർ എന്ന പേരും വിലാസവും സ്കെച്ച് പേന കൊണ്ട് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഫ്രം അഡ്രസ്സിൽ ഇന്തോനേഷ്യൻ നമ്പർ 1, ഭാരതി മാതാ തെരുവ്, ഭാരതിപുരം, ചെന്നൈ 111. ഗോകുൽ DGPക്ക് പാഴ്സൽ കൈമാറിക്കൊണ്ട് പറഞ്ഞു, സാർ, ഫ്രം അഡ്രസ്സ് വായിക്കുമ്പോൾ മനസ്സിലെന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. അദ്ദേഹം വാങ്ങി നോക്കി, നെറ്റി ചുളിഞ്ഞു. ഈ അഡ്രസ്സ് വായിക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു വ്യാജ അഡ്രസ്സാണെന്ന്. ഉള്ളിൽ എന്താണുള്ളതെന്ന് തുറന്നു നോക്കൂ. ഗോകുൽ ഒരു കത്രിക ഉപയോഗിച്ച് പാഴ്സൽ തുറന്നു. ഉള്ളിലൊരു ഓഡിയോ കാസറ്റ് ഉണ്ടായിരുന്നു. ടേപ്പ് റെക്കോർഡിലിടൂ. ഗോകുൽ മേശപ്പുറത്തിരുന്ന ടേപ്പ് റെക്കോർഡിലേക്ക് കാസറ്റിട്ട് പ്ലേ ബട്ടൺ അമർത്തി. കാസറ്റ് കറങ്ങി. 1/2 മിനിറ്റ് മൗനമായി കറങ്ങിയ ശേഷം പെട്ടെന്നൊരു പുരുഷ ശബ്ദം പാടാൻ തുടങ്ങി. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം. നീതിദേവത ചിരിക്കുവാൻ വേണം സ്വാതന്ത്ര്യം. ധർമ്മമെങ്ങും വളരുവാൻ വേണം സ്വാതന്ത്ര്യം. സത്യമെന്നും ഉയരുവാൻ വേണം സ്വാതന്ത്ര്യം. ന്യായമെന്നും നിലനിൽക്കാൻ വേണം സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. പാട്ട് നീണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും മുഖഭാവം മാറി. കല്ലുപോലെ ഉറച്ചുപോയി. DGP ശർമ്മ ഗോകുലിനെ നോക്കി ചോദിച്ചു, ഈ പാർസൽ ഏത് കൊറിയർ സർവീസിൽ നിന്നാണ് വന്നതെന്ന് നോക്കൂ. നോക്കി സാർ. ഇയർലി ബേഡ്സ് കൊറിയർ. അതെവിടെയാണുള്ളത്? അറിയില്ല സാർ. യെല്ലോ പേജസ് എടുത്തു നോക്കൂ. ഗോകുൽ ടീപ്പോയുടെ താഴത്തെ തട്ടിലിരുന്ന് യെല്ലോ പേജസ് ടെലിഫോൺ ഡയറക്ടറി എടുത്തു മറിക്കാൻ തുടങ്ങി. ബോസ്, ഇതാണ് വ്യാസർ കോളനി, 22ാം തെരുവ്. ഇനി വീട്ടു നമ്പർ 63 എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. വിവേക് കാറ് ഒരു മരത്തിനടിയിൽ നിർത്തി കണ്ണാടികൾ ഉയർത്തി. വയർലെസ് ഓഫ് ചെയ്ത ശേഷം വിവേകും വിഷ്ണുവും താഴെ ഇറങ്ങി. തെരുവിൽ 2 വശങ്ങളിലും വേപ്പുമരങ്ങൾ നിറഞ്ഞ നീളമുള്ള വഴിയായിരുന്നു അത്. വിഷ്ണു, 63ാം നമ്പർ വീട് ഏതു വശത്ത് വരുമെന്ന് ആ കടയിലെ ആളോട് ചോദിക്കൂ. അയാളോടൊന്നും ചോദിക്കണ്ട ബോസ്, അതാ ഒരു മാമി വരുന്നത് കണ്ടോ, ആ മാമിയോട് ചോദിക്കാം. വിവേക് കുറിച്ചു നോക്കുന്നത് ശ്രദ്ധിക്കാതെ വിഷ്ണു കുട ചൂടി വരുന്ന മാമിയുടെ അടുത്തേക്ക് പോയി. മാമി, മാമി. അവർ നിന്നു. എന്താണെന്ന ഭാവത്തിൽ നോക്കി. ഈ 63ാം നമ്പർ വീട് ഏത് വശത്താണ് വരുന്നത്? പഴയ നമ്പറോ പുതിയ നമ്പറോ? പഴയ നമ്പറേ. പഴയ നമ്പറാണെങ്കിൽ ഇനിയും ഉള്ളിലേക്ക് പോകണമല്ലോ. അവിടെ ആരെയാണ് കാണേണ്ടത്? കാരുണ്യ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ. ആ പേരിൽ എനിക്ക് ആരെയും അറിയില്ലല്ലോ. നിങ്ങൾ ഉള്ളിൽ പോയി ചോദിച്ചു നോക്കൂ. അവിടെ ഒരു പാൽ ബൂത്തുണ്ടാവും. ആ ബൂത്തിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. താങ്ക് യു മാമി. 2 പേരും നടന്നു. ബോസ്, മാമിക്ക് താങ്ക്സ് ഒന്നും വേണ്ട. മിണ്ടാതെ നടക്ക്. നിന്നെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് പകരം ഒരു പോലീസ് ഡോഗിനെ കൂട്ടിക്കൊണ്ടു വരാമായിരുന്നു. ലോൽ എന്ന് വിഷ്ണു പറഞ്ഞു. ബോസ്, ഡൽഹിയിൽ നടന്ന പോലീസ് കോൺഫറൻസിൽ DGP എന്താണ് സംസാരിച്ചതെന്ന് അറിയാമോ? പറയൂ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോഗ് സ്ക്വാഡ് മാത്രമാണ് കാര്യക്ഷമമായി ജോലി ചെയ്യുന്നതത്രേ. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 70% ഉദ്യോഗസ്ഥരും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് വിശ്വസ്തരായിരിക്കുന്നവരാണ്. രാഷ്ട്രീയ നേതാക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു. പാൽ ബൂത്ത് എത്താറായി ബോസ്, പോയി അന്വേഷിക്കൂ. വിഷ്ണു ബൂത്തിൽ പോയി അവിടെ സ്റ്റൂളിലിരുന്ന് പ്രായമായ ആളോട് ചോദിച്ചു, ഇവിടെ 63ാം നമ്പർ വീട്? ആ കാരുണ്യാണോ? അതെ.
അതെ, ആ വീട് തന്നെ. വാതിൽക്കലിരുന്ന് പല്ലു കുത്തിക്കൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, അവരാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ. കാരുണ്യ വീട്ടിലില്ലെന്ന് തോന്നുന്നു, പോയി ചോദിച്ചു നോക്കൂ. അവരങ്ങോട്ട് പോയി. വിവേകിനെയും വിഷ്ണുവിനെയും കണ്ടതും പല്ലു കുത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ പതുക്കെ എഴുന്നേറ്റു. വിവേക് ചോദിച്ചു, കാരുണ്യ ഈ വീട്ടിലാണോ? അതെ, അതാ ആ പുരുഷൻ. അദ്ദേഹം പൂട്ടിയിട്ട വീട് കാണിച്ചു കൊടുത്തു. അവരുണ്ടോ? അവരിവിടെ ഇല്ലല്ലോ. പുറത്തു പോയിരിക്കുകയാണോ? പുറത്തല്ല, വിദേശത്തേക്ക് പോയി. വിദേശത്തോ? അതെ, അമേരിക്കയിലേക്ക്. എപ്പോഴാണ് പോയത്? 1 വർഷമായി കാണും. എന്തിനാണ് അമേരിക്കയ്ക്ക് പോയത്? ആ വ്യക്തി സംശയത്തോടെ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. കാരുണ്യയ്ക്ക് വേണ്ടപ്പെട്ടവരാണ്. വേണ്ടപ്പെട്ടവരാണെങ്കിൽ ബന്ധുക്കളാണോ? ആ പെൺകുട്ടിക്ക് ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. ഓ, അനാഥ പെൺകുട്ടിയാണോ? ശരി, കാരുണ്യ എന്തിനാണ് അമേരിക്കയ്ക്ക് പോയത്? നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. പോലീസ് എന്ന് വിവേക് പറഞ്ഞതും ആ വ്യക്തിയുടെ മുഖം പെട്ടെന്ന് മാറി. ക്രൈംബ്രാഞ്ച് എന്ന് വിഷ്ണു കൂട്ടിച്ചേർത്തു. ആ വ്യക്തിയുടെ മുഖം കൂടുതൽ ഇരുണ്ടു. സാർ, എന്തിനാണ് നിങ്ങൾ കാരുണ്യയെ തിരഞ്ഞ് ഇങ്ങോട്ട് വന്നത്? പറയാം. ആദ്യം ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ. കാരുണ്യ എന്തിനാണ് അമേരിക്കയ്ക്ക് പോയത്? അവിടെ ഏതോ ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എന്ത് ജോലി? എനിക്കറിയില്ല സാർ. ശരി, കാരുണ്യ അമേരിക്കയിലേക്ക് പോയി 1 വർഷമായെന്ന് പറഞ്ഞല്ലോ. ഈ വീട് എന്തുകൊണ്ടാണ് അവൾ ഒഴിയാതിരുന്നത്? വീട് നിറയെ സാധനങ്ങളുണ്ട്. അതൊക്കെ വിൽക്കാൻ സമയമില്ലായിരുന്നു. സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഇരിക്കട്ടെ. അമേരിക്കയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ എടുത്തോളാമെന്ന് പറഞ്ഞ് 2 വർഷത്തെ വാടകപ്പണം മുഴുവനും കാരുണ്യ നൽകിയിട്ടാണ് പോയത് സാർ. അതെന്താ 2 വർഷത്തെ കണക്ക്? അമേരിക്കയിൽ 2 വർഷമേ ഉണ്ടാകൂ. അത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു. എന്തോ കരാറടിസ്ഥാനത്തിലുള്ള ജോലി. അതെന്ത് ജോലിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയില്ല സാർ. ശരി, ഈ 1 വർഷത്തിൻ്റെ ഇടയിൽ കാരുണ്യ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തെഴുതിയോ? ഇല്ല സാർ. ഫോൺ വിളിച്ച് സംസാരിച്ചോ? ഇല്ല സാർ. അവളെ തിരക്കി ആരെങ്കിലും വന്നോ? ഇല്ല സാർ. കാരുണ്യയുടെ വീടിൻ്റെ താക്കോൽ ആരുടെ കൈവശമാണ്? അവൾ തന്നെ കൊണ്ടുപോയി സാർ. വിഷ്ണു, ബോസ്, നിന്റെ കയ്യിലുള്ള മാസ്റ്റർ കീ പഞ്ച് ഉപയോഗിക്ക്. കാരുണ്യയുടെ വീടിൻ്റെ പൂട്ട് തുറക്കൂ. വിഷ്ണു തൻ്റെ കൈവശമുണ്ടായിരുന്ന മാസ്റ്റർ കീ പഞ്ചെടുത്ത് പൂട്ടിയിരുന്ന വീടിന് നേരെ പോയി. 2 മിനിറ്റിൻ്റെ ഉള്ളിൽ പൂട്ട് തുറന്നു. വാതിൽ തള്ളി തുറന്ന് വിവേകും വിഷ്ണുവും അകത്ത് കയറി. മുറിയിൽ പൊടി പിടിച്ച് ചിലന്തി വലകൾ കെട്ടിയിരുന്നു. TV, ഫ്രിഡ്ജ്, ഡൈനിങ് ടേബിൾ, ടീപ്പോയ്, മേശ എല്ലാം പൊടിയിൽ കുളിച്ചു കിടക്കുന്നു. വിവേക് കർച്ചീഫ് കൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ച് മേശയുടെ ഡ്രോയർ തുറന്നു നോക്കി. ഉള്ളിലുണ്ടായിരുന്ന കടലാസുകൾ പരിശോധിക്കാൻ തുടങ്ങി. വിഷ്ണു വീടിൻ്റെ മറ്റൊരു വശത്ത് പരിശോധന നടത്തുകയായിരുന്നു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിവേക് വിളിച്ചു. വിഷ്ണു, ബോസ്, ഇതൊന്ന് നോക്കൂ. വിഷ്ണു അടുത്തു വന്നപ്പോൾ വിവേക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന നിറം മങ്ങിയ ഒരു പേപ്പർ നീട്ടി. ആ കത്തൊന്ന് വായിച്ചു നോക്കൂ. വിഷ്ണു അത് വാങ്ങി വായിച്ചു. അവൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ബോസ്, ഇതെന്താണ്? വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ വിഷ്ണു? തീർച്ചയായും കഴിയുന്നില്ല ബോസ്, പക്ഷേ ഇത് സത്യമാണ്. ഇനി എന്ത് ചെയ്യും ബോസ്? എന്ത് ചെയ്യാൻ? ഈ കത്ത് കാണിച്ച് അന്വേഷണം നടത്തുക തന്നെ. സമയം രാവിലെ 6:30. DGP ശർമ്മ വിവേകിനും വിഷ്ണുവിനും എതിരെയുള്ള കസേരകൾ കാണിച്ചു കൊടുത്തു. അവർ ഇരുന്നതും അദ്ദേഹം ചോദിച്ചു, പറയൂ മിസ്റ്റർ വിവേക്, എന്താണ് കാര്യം? സാർ, ചോളവരത്ത് ഒരു യുവതിയുടെ തലയോട്ടി ലഭിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഞങ്ങൾ. അറിയാം, ആ പെൺകുട്ടിയുടെ പേര് കാരുണ്യ എന്നാണെന്ന് നിങ്ങൾ കണ്ടെത്തിയ കാര്യവും എനിക്കറിയാം. അതിനുശേഷം എന്തു സംഭവിച്ചു എന്നറിഞ്ഞില്ല. അത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാർ. പറയൂ. ആ കാരുണ്യയുടെ താമസ സ്ഥലം കണ്ടെത്തി അവളുടെ വീട് പരിശോധിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കത്ത് ലഭിച്ചു സാർ. കത്തോ? എന്ത് കത്ത്? വിവേക് തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ആ കത്തെടുത്ത് ശർമ്മയ്ക്ക് നേരെ നീട്ടി. സാർ, ഈ കത്ത് കാരുണ്യയുടെ മേശ ഡ്രോയറിൽ ഉണ്ടായിരുന്നു. പുഷ്പവാസകൻ എന്നൊരാൾ കാരുണ്യയ്ക്ക് എഴുതിയ കത്താണിത്. ഈ കത്തിലെ വരികളൊന്ന് വായിച്ചു നോക്കൂ സാർ. വൈകുണ്ഠ ശർമ്മ ആ കത്ത് വാങ്ങി അതിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. വാക്കുകൾ കണ്ണുകളിലൂടെ മസ്തിഷ്കത്തിലേക്ക് പടർന്നു. പ്രിയപ്പെട്ട കാരുണ്യയ്ക്ക്, നിന്റെ പുഷ്പവാസകൻ എഴുതുന്നു. നിന്റെ കത്ത് കണ്ട് ചില നിമിഷങ്ങൾ തകർന്നു പോയെങ്കിലും കസ്തൂരിമാനുകൾ വസിക്കുന്ന കാട്ടിൽ കരിങ്കുരങ്ങുകളും കരടികളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് കരുതി ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. ഒരു പെൺകുട്ടി സുന്ദരിയും അതോടൊപ്പം അനാഥയുമാണെങ്കിൽ പദവിയിലിരിക്കുന്നവരുടെ കാമക്കണ്ണുകൾ അമ്പുകളായി പായുക തന്നെ ചെയ്യും. പക്ഷെ നിന്റെ കാര്യത്തിൽ നിയമം, നീതി, ന്യായം, ധർമ്മം എന്നിവ സംരക്ഷിക്കേണ്ട ഒരു ജഡ്ജി തന്നെ കാമപ്രാന്തനായി മാറിയിരിക്കുന്നു. എന്താണ് ക്രൂരത! ജഡ്ജി സുന്ദർ ഇന്നത്തെ ജഡ്ജിമാരിൽ നേർവഴിയെ നടക്കുന്നവനാണെന്ന് ഞാൻ വിചാരിച്ചു. രാഷ്ട്രീയ നേതാക്കൾ അഴിമതി നടത്തിയാൽ അവർക്ക് ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളെല്ലാം വ്യത്യസ്തവും എന്നാൽ വിവേകപൂർണവുമാണ്.
എന്നാൽ അയാൾ ഇത്രയും അപകടകാരിയാണെന്ന കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. കഴിഞ്ഞ ആഴ്ച ജഡ്ജി സുന്ദറിൻ്റെ ഡ്രൈവർ ദുരൈമാണിക്യം നിന്നെ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതായും അതിനുശേഷം സുന്ദർ നിന്നെ തന്നെ ഭീഷണിപ്പെടുത്തി ഊട്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടതായും നീ എഴുതിയിരുന്നല്ലോ. ഇങ്ങനെയുള്ള അധികാരമുള്ള കിളവൻ പുലികളെ സാമർത്ഥ്യത്തോടെ കൈകാര്യം ചെയ്യണം. മഴ പെയ്ത് ചെളി നിറഞ്ഞ റോഡിലൂടെ നടക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ചെളി ഉരുളാതിരിക്കാൻ നാം ശ്രദ്ധിച്ച് നടക്കുമല്ലോ. അത്തരമൊരു ജാഗ്രത എപ്പോഴും വേണം. ഞാൻ അടുത്ത ആഴ്ച ചെന്നൈയിൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാം. ഒന്നും പേടിക്കണ്ട. ഞാനുള്ളപ്പോൾ നിനക്ക് എന്ത് വിഷമം? പിന്നെ അമേരിക്കയിലെ ഒരു യോഗ സെൻറ്ററിൽ നിനക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ശ്രമങ്ങൾ എവിടെ വരെയായി? അറിയിക്കുക. ബാക്കി കാര്യങ്ങൾ അടുത്ത കത്തിൽ. പതിവ് പോലെ നിന്റെ ചുണ്ടിൽ ഇടതുവശത്തുള്ള ആ ചെറിയ കടുക് മുറിയിൽ എൻ്റെ ആഴത്തിലുള്ള ചുംബനം എന്ന് നിന്റെ പുഷ്പവാസകൻ. കുറിപ്പ്: ജഡ്ജി സുന്ദറിനെ നയപരമായി കൈകാര്യം ചെയ്യുക. ഒരു കാരണവശാലും പോലീസിൽ പോകരുത്. കത്ത് വായിച്ചു തീർത്ത DGP ശർമ്മ വിവേകിനെ നോക്കി. മിസ്റ്റർ വിവേക്, ഇത് സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ജഡ്ജി സുന്ദർ കോളേജ് കാലത്തിൽ അല്പം തമാശയുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനെയായിരിക്കുമോ എന്ന് സംശയമാണ്. ഉടനടി നമ്മൾ അന്വേഷണത്തിനിറങ്ങിയാൽ അത് വലിയ പ്രശ്നമായി മാറി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ ഉലയ്ക്കും. ക്ഷമിക്കണം സാർ, ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ നുണയാണോ എന്നറിയാൻ ബന്ധപ്പെട്ട വ്യക്തിയായ സുന്ദറിനോട് ചോദിക്കുന്നതിൽ തെറ്റില്ല. ആദ്യം ഈ പുഷ്പവാസകൻ ആരാണെന്ന് കണ്ടെത്തിയാലോ? സാർ, പുഷ്പവാസകൻ ആരാണെന്ന് കണ്ടെത്താൻ കാരുണ്യയുടെ വീട് 2 മണിക്കൂർ ഓരോ ഇഞ്ചും ഞങ്ങൾ പരിശോധിച്ചു. ഉപകരിക്കുന്ന തരത്തിൽ ഒരു വിവരവും ലഭിച്ചില്ല. അയൽപക്കത്തെ വീടുകളിലും അന്വേഷിച്ചു. പുഷ്പവാസകനെ കുറിച്ച് ആർക്കും അറിയില്ല. ജഗജ്യോതി സ്വാമികളുടെ ആശ്രമത്തിലുള്ള കാരുണ്യയുടെ അടുത്ത സുഹൃത്തിനോടും ചോദിച്ചു നോക്കി. ആ പെൺകുട്ടിക്കും അയാൾ ആരാണെന്നറിയില്ല. അതുകൊണ്ട് കാരുണ്യ തൻ്റെ പ്രണയം ആരോടും പറയാതെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. അതെ സാർ, കത്തിൽ അവൻ അടുത്ത ആഴ്ച ഞാൻ ചെന്നൈയിൽ വരുമ്പോൾ നേരിട്ട് സംസാരിക്കാം എന്ന് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ ആ പുഷ്പവാസകൻ പുറത്തുള്ള ആളായിരിക്കാമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതേപോലെ സുന്ദർ കാർ ഡ്രൈവർ ദുരൈമാണിക്യം തട്ടിക്കൊണ്ടുപോയി കൊല്ലപ്പെട്ടതിനും പുഷ്പവാസകൻ കാരണമായിരിക്കാം. അതായത് കൊലക്കുറ്റം ചുമത്തപ്പെട്ട വിനോദ് കുമാറിനെ മോചിപ്പിക്കണമെന്ന ആവശ്യത്തിന് സുന്ദറിന് വഴങ്ങാത്തതിനാൽ വിനോദ് കുമാറിനോട് താല്പര്യമുള്ളവർ ആവേശത്തിൽ ജഡ്ജിയുടെ ഡ്രൈവറെ കൊന്നതാണെന്ന് പോലീസ് കരുതുമെന്ന് പുഷ്പവാസകൻ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെയാകാം സാർ. ശരി, കാരുണ്യയെ കൊലപ്പെടുത്തിയത് ആരായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് വിവേക്? പുഷ്പവാസകന്റെ കത്ത് പ്രകാരം നോക്കിയാൽ ജഡ്ജി സുന്ദർ കാർ ഡ്രൈവർ ദുരൈമാണിക്യം കാരുണ്യയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ആഗ്രഹത്തിന് വഴങ്ങാത്ത കാരുണ്യയെ സുന്ദർ തന്നെ കൊലപ്പെടുത്തിയതാകാം. അങ്ങനെയെങ്കിൽ ആ പുഷ്പവാസകൻ സുന്ദരത്തിൻ്റെ ജീവനും അപകടമുണ്ടാക്കാമല്ലേ? തീർച്ചയായും. പുഷ്പവാസകനെ നമ്മൾ കണ്ടെത്തുന്നതുവരെ സുന്ദറിൻ്റെ ജീവന് ആവശ്യമായ സുരക്ഷ നൽകണം. DGP അടുത്തുള്ള ടെലിഫോൺ റിസീവർ എടുത്തു. സുന്ദറിൻ്റെ വീട്ടിലെ നമ്പറുകൾ ഡയൽ ചെയ്ത് കാത്തിരുന്നു. റിങ് പോയി. റിസീവർ എടുത്തു. ഒരു പെൺശബ്ദം കേട്ടു. ഹലോ, ആരാ സംസാരിക്കുന്നത്? സുഭദ്രയാണോ? മോളെ സുഭദ്ര, ഞാൻ DGP ശർമ്മയാണ് സംസാരിക്കുന്നത്. ഓ അങ്കിളോ, എന്താ അങ്കിൾ കാര്യം? മാമൻ എവിടെയുണ്ട്? ഉണ്ട്, വാക്കിങ്ങിന് പോയിരിക്കുകയാണ് അങ്കിൾ. എത്ര മണിക്കാണ് പോയത്? ഇപ്പോൾ സമയം 5:45 കാണും. ഇപ്പോൾ മാമൻ വരുന്ന സമയമാണ്. എന്താ അങ്കിൾ, വല്ല പ്രധാനപ്പെട്ട കാര്യമാണോ? അതേ മോളെ. ഗോകുൽ എഴുന്നേറ്റോ? പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു അങ്കിൾ. ഒന്ന് വിളിക്കാമോ? ഏട്ടാ, ശർമാങ്കൾ ലൈനിലുണ്ട്, വന്ന് സംസാരിക്കേ. അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഗോകുലിൻ്റെ ശബ്ദം കേട്ടു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അച്ഛൻ വാക്കിങ്ങിന് പോയിരിക്കുകയാണോ? അതെ അങ്കിൾ. ഡ്രൈവർ ദുരൈമാണിക്യം കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അച്ഛനെ നടക്കാൻ പോകാതിരുന്നൂടെ എന്ന് ഞാൻ ചോദിച്ചതാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എവിടെ കേൾക്കാനാണ്? ഇതുപോലെയുള്ള 1000 ഭീഷണികൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾ തന്നെ പറയണം. ദാ നിങ്ങളുടെ ഫ്രണ്ട് വാക്കിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അച്ഛാ, DGP അങ്കിൾ ലൈനിലുണ്ട്. ശർമ്മ കാത്തിരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞ് സുന്ദർ സംസാരിച്ചു. ഗുഡ് മോർണിംഗ് ശർമ്മ. എന്താ ഇത്രയും രാവിലെ ഫോൺ? ഡ്രൈവർ ദുരൈമാണിക്യത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇല്ല. പിന്നെ എന്താ കാര്യം? സുന്ദർ, നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടത്ര സുരക്ഷയില്ലാതെ പുറത്തു പോകരുത്. പ്രധാനമായും രാവിലെ നേരത്തെ വാക്കിങ്ങിന് പോവുകയേ ചെയ്യരുത്. എന്താ, വീണ്ടും വല്ല കാസറ്റും വന്നോ? കാസറ്റല്ല, ആളാണ്. പേര് പുഷ്പവാസകൻ. പുഷ്പവാസകനോ? ഈ പേര് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് നന്നായി ആലോചിച്ച് നോക്ക് സുന്ദർ. ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു ശർമ്മ? നിങ്ങൾ പറഞ്ഞ ഈ പുഷ്പവാസകൻ എന്ന പേര് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്.
ശരി, നിങ്ങളിപ്പോൾ ഫ്രീ ആണോ? ആ, ഫ്രീ ആണ്. കോടതിയിൽ പോലും പോകേണ്ടതില്ല. എന്താ കാര്യം? ഞാനും ക്രൈംബ്രാഞ്ച് ഓഫീസർ മിസ്റ്റർ വിവേകും നിങ്ങളെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ, അതിനുള്ളിൽ ഞാൻ കുളിച്ച് റെഡിയാകാം. വിവേക് ഈ കേസിൽ എൻട്രി ചെയ്തോ? എങ്കിൽ കൊലയാളിയെ കണ്ടെത്തിയതുപോലെ തന്നെ. 1 മണിക്കൂർ, ഞങ്ങൾ വരാം. ശരി, വരൂ. രാവിലെ 7:45. സുന്ദറിൻ്റെ ബംഗ്ലാവ് കോമ്പൗണ്ട് ഗേറ്റ് അടച്ചിരുന്നു. വിവേക് തൻ്റെ കാറ് ഗേറ്റിൻ്റെ മുമ്പിൽ നിർത്തി ഹോണടിച്ചു. വാച്ച്മാൻ ഓടി വന്ന് കാറിൻ്റെ അടുത്ത് വന്നു. കാറിൻ്റെ അടുത്ത് വന്നപ്പോൾ പുറകിലെ സീറ്റിൽ DGP ശർമ്മ ദേഷ്യത്തോടെ അവനെ നോക്കി. എന്താടാ ഗേറ്റ് തുറക്കാതെ ഓടി വരുന്നത്? അയ്യോ, നിങ്ങളെ കാണാനായി ജഡ്ജി പോലീസ് ജീപ്പിൽ കയറി പോയിരുന്നല്ലോ. ശർമ്മ സ്തംഭിച്ചു പോയി. എന്ത്? എന്നെ കാണാൻ സുന്ദർ ജീപ്പിൽ പോയിരുന്നെന്നോ? അതെ, ജീപ്പ് നിങ്ങൾ അയച്ചതാണെന്ന് പറഞ്ഞ് ഒരു ഇൻസ്പെക്ടറും 2 കോൺസ്റ്റബിൾമാരും വന്നിരുന്നു. ജഡ്ജി സാർ ഉടനെ തന്നെ അവരോടൊപ്പം ഇറങ്ങിപ്പോയി. പുറപ്പെട്ടിട്ട് 2 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ ഒരു ജീപ്പും അയച്ചില്ലല്ലോ. ശർമ്മ പരിഭ്രമിച്ച് നിലവിളിക്കുമ്പോഴേക്കും ഗോകുലും സുഭദ്രയും അകത്തു നിന്നും വേഗത്തിൽ അങ്ങോട്ട് വന്നു. എന്താ അങ്കിൾ? അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു പോലീസ് ജീപ്പ് വന്നല്ലോ. അതെ അങ്കിൾ, 5 മിനിറ്റ് മുമ്പ് ഒരു ആർമേഡ് പോലീസ് ജീപ്പ് വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. അതിൽ ഒരു ഇൻസ്പെക്ടറും 2 കോൺസ്റ്റബിൾമാരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ഉള്ളതുകൊണ്ട് അച്ഛനെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞുവെന്നാണ് അവർ പറഞ്ഞത്. അച്ഛനും തയ്യാറായിരുന്നതുകൊണ്ട് ഉടൻ തന്നെ പോയി. മൈ ഗോഡ്നസ്. വിവേക് നെറ്റിയിൽ കൈവച്ചു. സാർ, ആരോ ഇടയിൽ കയറി കളിച്ചുവെന്ന് തോന്നുന്നു. ശർമ്മ ഗോകുലിനെ രൂക്ഷമായി നോക്കി. ഒരു പോലീസ് ജീപ്പ് വന്നാൽ ഉടനെ കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. കയ്യിൽ സെൽഫോൺ ഉണ്ടല്ലോ. എന്നെ വിളിച്ചൊന്ന് ഉറപ്പുവരുത്താമായിരുന്നല്ലോ. അങ്കിൾ, ആ ഇൻസ്പെക്ടറെയും കോൺസ്റ്റബിൾമാരെയും കണ്ടാൽ ഞങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ല. അവരുടെ സംസാരം, വസ്ത്രം, ഭാവം എല്ലാം അത്ര സ്വാഭാവികമായിരുന്നു. ഇൻസ്പെക്ടറുടെ നെയിം ബാഡ്ജ് പോലും ഞാൻ ശ്രദ്ധിച്ചു. പേര് ആഴ്വർ. ശബരിമലയ്ക്ക് മാലയിട്ടതിൻ്റെ അടയാളമായി കഴുത്തിൽ കറുത്ത തുണി കെട്ടിയിരുന്നു. വാച്ച്മാൻ ഇടയിൽ കയറി പറഞ്ഞു. സാറേ, ഞാൻ ആ ജീപ്പിൻ്റെ നമ്പർ കൂടി വെച്ചിട്ടുണ്ട്. TN41A5775. ശർമ്മ ദേഷ്യത്തോടെ ആക്രോശിച്ചു. ഇതെല്ലാം വ്യാജമാണ്. ഞാൻ ഈ ജീപ്പ് അയക്കാത്ത സ്ഥിതിക്ക് ഇതെങ്ങനെ സത്യമാകും? വിവേക് ഗോകുലിനോട് ചോദിച്ചു. അച്ഛൻ്റെ സെൽഫോൺ എടുത്തിട്ടുണ്ടോ? ഉണ്ട്. നമ്പർ പറയൂ. ഗോകുൽ നമ്പർ പറഞ്ഞതും വിവേക് തൻ്റെ ഫോണിൽ നിന്നും വിളിച്ചു. മറുതലയ്ക്കൽ നിശബ്ദത മാത്രം. വീണ്ടും വിളിച്ചു. അപ്പോഴും നിശബ്ദത തന്നെ. സാർ, ജഡ്ജിയുടെ സെൽഫോൺ അവർ നശിപ്പിച്ചെന്ന് തോന്നുന്നു. ജീപ്പ് ഇപ്പോഴും സിറ്റിക്കുള്ളിൽ തന്നെ കാണും. ട്രാഫിക് പോലീസിനെ അലർട്ട് ചെയ്താൽ ജീപ്പ് തടയാനാകും. വിഷ്ണു, നീ നമ്മുടെ കാറിലെ വയർലെസ് വഴി കൺട്രോൾ റൂമിലേക്ക് വിവരം നൽകൂ. വിഷ്ണു വേഗം കാറിൻ്റെ ഉള്ളിലേക്ക് കയറി. ടെലിവിഷൻ വാർത്താ ചാനലിൽ ലേറ്റസ്റ്റ് പട്ടുസാരി ധരിച്ച് തൻ്റെ ലിപ്സ്റ്റിക്ക് മായാതെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വാർത്താ അവതാരക വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നു. സമയം രാത്രി 9 മണി. ജഡ്ജി സുന്ദർ തട്ടിക്കൊണ്ടുപോകപ്പെട്ടിട്ട് ഇന്ന് ഒരാഴ്ച പിന്നിടുന്നു. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ പോലീസ് ഊർജിതമായി ഏർപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ജഡ്ജി സുന്ദർ ലൈംഗിക അതിക്രമ വാർത്തകൾ പോലീസിനെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവതാരിക തുടർന്നു. പുറം ലോകത്തിനു മുന്നിൽ ഉത്തമനായി നടിച്ചിരുന്ന സുന്ദർ മറുപുറം കാമക്കേളികൾ നിറഞ്ഞതായിരുന്നു. വ്യഭിചാര കേസുകളിൽ കുടുങ്ങുന്ന നടിമാരെ പോലും അദ്ദേഹം വിട്ടിരുന്നില്ല എന്ന സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കാരുണ്യ എന്ന യുവതിയെ സുന്ദരപാണ്ഡ്യൻ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെന്നും അവൾ വഴങ്ങാതെ വന്നപ്പോൾ 1 വർഷം മുമ്പ് തൻ്റെ ഡ്രൈവർ ദുരൈമാണിക്യത്തിൻ്റെ സഹായത്തോടെ അവളെ കൊലപ്പെടുത്തി തല മൃതദേഹത്തിൽ നിന്നും വേർപെടുത്തി ചോളവാരം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കുഴിച്ചുമൂടിയ സംഭവവും വെളിച്ചത്തായിരിക്കുന്നു. കൊല്ലപ്പെട്ട ഡ്രൈവർ ദുരൈമാണിക്യത്തിൻ്റെ സഹോദരനാണ് ഈ സത്യം പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഡ്രൈവർ കൊല്ലപ്പെട്ടതുകൊണ്ടും ജഡ്ജിയെ തട്ടിക്കൊണ്ടുപോയതുകൊണ്ടും താൻ ഈ സത്യം പറയുകയാണെന്ന് അദ്ദേഹം മൊഴി നൽകി. കൊല്ലപ്പെട്ട കാരുണ്യയുടെ കാമുകൻ പുഷ്പവാസകൻ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസർ വിവേകുമായി ഞങ്ങളുടെ പ്രതിനിധി നടത്തിയ അഭിമുഖം ഇപ്പോൾ കാണാം. സ്ക്രീനിൽ വിവേകിൻ്റെ മുഖം തെളിഞ്ഞു. റിപ്പോർട്ടർ മൈക്ക് നീട്ടി ചോദിച്ചു. സുന്ദർ തട്ടിക്കൊണ്ടുപോകപ്പെട്ടിട്ട് ഒരാഴ്ച കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവന് അപകടം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹത്തെ ജീവനോടെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്, വിവേക് പറഞ്ഞു. ഇത് ചെയ്തത് പുഷ്പവാസകനാണോ? തീർച്ചയായും പുഷ്പവാസകൻ തന്നെയാണ്. അയാൾക്ക് സഹായികളായി ചില സുഹൃത്തുക്കളും ഉണ്ടായേക്കാം. പുഷ്പവാസകനെ പിടികൂടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് പറ്റില്ല? പുഷ്പവാസകനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ പിടികൂടും. ഒരു നീതിപതിക്ക് ഇത്തരം സ്വഭാവദൂഷ്യങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളും വികാരങ്ങളും ഉണ്ടാകും. പക്ഷെ അതിനൊരു അതിരുണ്ട്. ജഡ്ജി സുന്ദർ തൻ്റെ പദവിയുടെ മഹത്വം തിരിച്ചറിയാൻ മറന്നുപോയി. വിനോദ് കുമാറിൻ്റെ കുടുംബത്തിന് ഇതിൽ പങ്കുണ്ടാകുമോ?
ഞങ്ങൾ ആ വശവും അന്വേഷിച്ചു. അവർ നിരപരാധികളാണ്. പുഷ്പവാസകൻ ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം. അയാളെ എപ്പോൾ പിടികൂടും? അടുത്തുകൊണ്ടിരിക്കുന്നു. അയാളിരിക്കുന്ന ദിശ ഇപ്പോൾ ഞങ്ങൾക്കറിയാം. ടി വിയിൽ അഭിമുഖം അവസാനിച്ചതും വിവേകിൻ്റെ ഭാര്യ രൂപല റിമോട്ട് ഉപയോഗിച്ച് ടി വി ഓഫ് ചെയ്തു. അടുത്ത് തന്നെ വിവേകും വിഷ്ണുവും ഇരിക്കുന്നുണ്ടായിരുന്നു. അഭിമുഖത്തിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? രൂപല ചോദിച്ചു. എന്തേ? പുഷ്പവാസകൻ ഏത് ദിശയിലാണുള്ളതെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാമോ? ഇല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നോക്കൂ രൂപി, ശത്രുക്കൾ താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും മാറണമെങ്കിൽ നമ്മൾ ചില നുണകൾ സത്യമെന്ന രീതിയിൽ പറയേണ്ടി വരും. എൻ്റെ മനസ്സിലുള്ള ആ സംശയം പറയട്ടെ. കാരുണ്യ കൊല്ലപ്പെട്ടിട്ട് 1 വർഷമായി. അവളുടെ കൊലപാതകത്തിന് കാരണം ഡ്രൈവറും ജഡ്ജിയുമാണ്. പക്ഷേ 1 വർഷത്തിന് ശേഷമാണ് പുഷ്പവാസകൻ ഡ്രൈവറെ കൊല്ലുന്നതും ജഡ്ജിയെ തട്ടിക്കൊണ്ടുപോകുന്നതും. ഈ 1 വർഷക്കാലം അയാൾ എവിടെയായിരുന്നു? തീർച്ചയായും അയാൾ ഏതെങ്കിലും ജയിലിലായിരിക്കണം. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ഉടനെയാണ് ഈ പ്രതികാരം തുടങ്ങിയത്. അതുകൊണ്ട് കഴിഞ്ഞ 1 മാസത്തിൻ്റെ ഉള്ളിൽ ജയിലിൽ നിന്നും മോചിതരായവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ആരാണ് പുഷ്പവാസകൻ എന്ന് കണ്ടെത്താൻ കഴിയില്ലേ? വിവേക് പുഞ്ചിരിച്ചു. എന്തിനാണ് ചിരിക്കുന്നത് എന്ന് രൂപല ചോദിച്ചപ്പോൾ വിഷ്ണു മറുപടി നൽകി. മേഡം, ബോസ് ആ പണിയൊക്കെ 2 ദിവസം മുമ്പേ ചെയ്തു കഴിഞ്ഞു. തമിഴ്നാട്ടിലെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജയിലുകളും ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഉള്ളിൽ റിലീസായവരുടെ പട്ടിക പരിശോധിച്ചു. അതിലൊന്നും പുഷ്പവാസകൻ്റെ പേരില്ല. രൂപല വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ടെലിഫോൺ ബെല്ലടിച്ചു. വിവേക് ഫോൺ എടുത്തു. ഹലോ മിസ്റ്റർ വിവേക്. ഒരു സ്ത്രീയുടെ ശബ്ദം. യെസ്, ഞാൻ മൃദുലയാണ്, നടി മൃദുല. ഓ സോറി, ഞാൻ സിനിമ കണ്ടിട്ട് 10 വർഷമായി. പേരും മുഖവും അത്ര നിശ്ചയമില്ല. കുഴപ്പമില്ല, നിങ്ങളുടെ ജോലി അങ്ങനെയാണല്ലോ. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പുഷ്പവാസകനെ കുറിച്ച്. വിവേക് നിവർന്നിരുന്നു. നിങ്ങൾക്ക് അയാളെ അറിയാമോ? അറിയാതെ ഞാൻ വിളിക്കില്ലല്ലോ. നിങ്ങൾ ആ ബീച്ചിലെ ലേബർ സ്റ്റാച്യുവിൻ്റെ അടുത്ത് അല്പം മാറി എൻ്റെ വൈറ്റ് ലാൻസർ കാർ കിടപ്പുണ്ടാവും. അവിടെ വരൂ, നമുക്ക് കാറിലിരുന്ന് സംസാരിക്കാം. തനിയെ വരണം. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കണം. വിവേക് സമ്മതിച്ചു. വിവേക് ബീച്ചിൽ കാറ് നിർത്തിയിറങ്ങി. രാത്രി 10 മണിയായിട്ടും ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. അല്പം മാറി നിർത്തിയിരുന്ന വൈറ്റ് ലാൻസർ കാറിൻ്റെ അടുത്തേക്ക് അവൻ നടന്നു. കാറിൻ്റെ ചില്ല് മെല്ലെ താഴ്ന്നു. ഡ്രൈവിംഗ് സീറ്റിൽ മൃദുലയായിരുന്നു. വിവേക് കാറിൻ്റെ ഉള്ളിലേക്ക് കയറി. പറയൂ മൃദുല, നിങ്ങൾക്ക് പുഷ്പവാസകനെ എങ്ങനെ അറിയാം? മൃദുല സംസാരിക്കാൻ തുടങ്ങി. ഇത് 1 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ കൂടുതൽ പണം ചോദിച്ചതുകൊണ്ട് ഒരു നിർമ്മാതാവ് എന്നെ വ്യഭിചാര കേസിൽ കുടുക്കി. കേസ് നടക്കുമ്പോൾ ഒരു രാത്രി ജഡ്ജി സുന്ദറിൻ്റെ ഡ്രൈവർ ദുരൈമാണിക്യം എന്നെ വന്ന് കണ്ടു. എനിക്ക് അനുകൂലമായ വിധി വരണമെങ്കിൽ ഒരു രാത്രി ജഡ്ജിയുടെ ഗസ്റ്റ് ഹൗസിൽ കഴിയണമെന്ന് അയാൾ പറഞ്ഞു. സിനിമയിൽ എൻ്റെ മാനം രക്ഷിക്കാൻ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. ഞാനും ജഡ്ജിയും ബെഡ്റൂമിലിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിച്ചു. എന്നെ അകത്ത് നിർത്തി അദ്ദേഹം വാതിൽ തുറക്കാൻ പോയി. ഞാൻ ജനലിലൂടെ നോക്കി. ജഡ്ജി ഒരു യുവാവിനോട് സംസാരിക്കുന്നു. അയാളുടെ പേര് പുഷ്പവാസകൻ എന്നാണെന്ന് ജഡ്ജി ചോദിക്കുന്നത് ഞാൻ കേട്ടു. തൻ്റെ കാരുണ്യയെക്കുറിച്ച് അറിയണമെന്ന് അവൻ പറഞ്ഞു. കാരുണ്യ എയർപോർട്ടിലേക്ക് പോയിട്ടില്ലെന്നും വഴിയിൽ വെച്ചെന്തോ സംഭവിച്ചെന്നും അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ജഡ്ജി ദേഷ്യപ്പെട്ട് ഡ്രൈവറെ വിളിച്ചു. ഇവനെ ഒന്ന് ശ്രദ്ധിച്ചേക്കെന്ന് പറഞ്ഞ് അകത്തേക്ക് വന്നു. അതിനുശേഷം അവൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പത്രത്തിൽ ഈ പേരുകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. വിവേക് നന്ദി പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി. മൃദുല അവിടെ നിന്നും പോയി. വിഷ്ണു പ്രതിമയുടെ പിന്നിൽ നിന്നും പുറത്തു വന്നു. ബോസ്, ആ സിനിമാ നടി എന്താ പറഞ്ഞേ? വാടാ, കാറിൽ പോകുമ്പോൾ പറയാം. കാറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ വിവേകിൻ്റെ ഫോൺ മുഴങ്ങി. ഹലോ, വിവേകാണോ? അതെ, ആരാണ്? ഞാൻ പുഷ്പവാസകൻ. വിവേക് ഞെട്ടിപ്പോയി. പുഷ്പവാസകനോ? നീ എവിടെയാണ്? സോറി വിവേക്, അതൊന്നും പറയാൻ എനിക്ക് നേരമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പിസ്റ്റളുണ്ട്. അത് ജഡ്ജി സുന്ദറിൻ്റെ മകൻ ഗോകുലിൻ്റെ നേരെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. വിവേക് പരിഭ്രമിച്ചു. എന്തിനാണ് ഗോകുൽ? അച്ഛൻ ചെയ്ത തെറ്റിന് മകനും ശിക്ഷ അനുഭവിക്കണ്ടേ? എൻ്റെ കാരുണ്യയുടെ കഴുത്തിൽ 2 വെടിയുണ്ടകളുണ്ടായിരുന്നു എന്ന് പത്രത്തിൽ കണ്ടു. എൻ്റെ ജീവിതം നശിപ്പിച്ച സുന്ദറിൻ്റെ ഇനി ഒരു വംശം ഉണ്ടാകാൻ പാടില്ല. ഗോകുലിൻ്റെ തലയൊട്ടിയിലും 2 ഉണ്ടകളുണ്ടാകും. ഡാ, വിവേക്, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിനക്കോ നിൻ്റെ പോലീസിനോ എന്നെ പിടിക്കാൻ കഴിയില്ല. നമുക്കൊരു പന്തയം വയ്ക്കാം. ഇപ്പോൾ സമയം 10:20. നിനക്ക് 41 മിനിറ്റ് സമയം തരാം. കൃത്യം 11 മണി കഴിയുമ്പോൾ ഞാൻ അവനെ വെടിവെക്കും. നിനക്ക് കഴിയുമെങ്കിൽ അവനെ രക്ഷിക്ക്. ഒരു ക്ലൂ തരാം. ഞാൻ ഗോകുലിൻ്റെ കാറിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അവൻ ഡ്രൈവിംഗ് സീറ്റിലും ഞാൻ പിൻ സീറ്റിലും. കാറ് മദ്രാസ് സിറ്റിയിൽ ഏതൊരു റോഡരികിൽ നിൽക്കുകയാണ്. കണ്ടുപിടിക്കുക. പുഷ്പവാസകൻ ഫോൺ കട്ട് ചെയ്തു. ഇത് ഏത് റോഡാണെന്ന് ഗോകുലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാറിൻ്റെ ചില്ലുകൾ ഉയർത്തിയിരുന്നതിനാൽ പുറംകാഴ്ച വ്യക്തമായിരുന്നില്ല. ശരീരം വിയർത്തൊലിച്ചു.
കഴുത്തിൻ്റെ പിന്നിൽ പിസ്റ്റളിൻ്റെ മുന അമർന്നുകൊണ്ടിരുന്നു. പിൻസീറ്റിലിരിക്കുന്ന പുഷ്പവാസകൻ്റെ അടുത്ത് നിന്നും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം വന്നു. നിനക്ക് ആയുസിന് 40 മിനിറ്റ് കൂടി മാത്രം. പോലീസിനോട് കളിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. വിവേക് ക്രൈംബ്രാഞ്ചിലെ വലിയ പുലിയാണെന്നാണല്ലോ പറയുന്നത്. 41 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ സ്ഥലത്ത് വന്ന് നിന്നെ രക്ഷിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഗോകുലൻ കൈകൾ കൂപ്പി. എന്നെ ഒന്ന് ചെയ്യരുത്. ഞാനൊരു തെറ്റും ചെയ്യാത്തപ്പോൾ എനിക്കെന്തിനാണ് ശിക്ഷ? പുഷ്പവാസകൻ ചിരിച്ചു. നീ എന്താ പറഞ്ഞേ? നീ തെറ്റ് ചെയ്തില്ലെന്നോ? നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? കാമപ്രാന്തനായ സുന്ദരൻ്റെ മകനായി നീ ജനിച്ചു എന്നതാണ്. നീ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ അച്ഛൻ ഒരു മനുഷ്യമൃഗമാണ്. സുന്ദരികളായ സ്ത്രീകളെല്ലാം അയാൾ കിടപ്പറയിലേക്ക് വിളിച്ചു. പ്രതിപക്ഷക്കാർക്ക് ദോഷകരമായി വിധി പറയാൻ ഭരണപക്ഷക്കാരോട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി. അതുപോലെ ഭരണപക്ഷക്കാർക്ക് ദോഷകരമായി വിധി പറയാൻ പ്രതിപക്ഷക്കാരോട് പണം വാങ്ങി. നിയമം, നീതി, ഭരണനിർവഹണം എന്നിവയിൽ അയാൾ ചെയ്യാത്ത അഴിമതികളില്ല. അയാളെപ്പോലെ ഇത്രയും മോശമായൊരു മനുഷ്യനെ കാണാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ നിന്റെ അച്ഛനെ ചീത്ത വിളിച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? കൃത്യം 11 മണി. നിന്റെ തലയുടെ പുറകിലേക്ക് 2 വെടിയുണ്ടകൾ പാഞ്ഞു കയറും. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എൻ്റെ കാരുണ്യ നിന്റെ അച്ഛനോട് ഇങ്ങനെ തന്നെയല്ലേ കെഞ്ചിയിട്ടുണ്ടാകുക, ജീവന് വേണ്ടി പോരാടിയിട്ടുണ്ടാകുക? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അധികം സംസാരിക്കണ്ട. ഇപ്പോൾ സമയം 10:25. നിനക്കിനി 35 മിനിറ്റ് കൂടി മാത്രം. നന്നായി കുനിഞ്ഞിരിക്കണം നായേ എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പവാസൻ ഗോകുലിൻ്റെ തലയിൽ ഒരു തട്ട് തട്ടി. പോലീസിൻ്റെ കൺട്രോൾ റൂം പരിഭ്രാന്തിയിലായിരുന്നു. വയർലെസ് സെറ്റുകൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. വിവേക് ഒരു വയർലെസ്സിന് മുന്നിലിരുന്ന് മിന്നൽ വേഗത്തിൽ നിർദ്ദേശം നൽകുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സ്ക്വാഡ് നമ്പർ 5, നിങ്ങൾ ഏത് ദിശയിലാണുള്ളത്? അടയാർ സാർ. ഒരു തെരുവ് പോലും വിടരുത്. ഗോകുലിൻ്റെ കാറ് ടൊയോട്ട, കളർ അറ്റ്ലാന്റിക് ബ്ലൂ, രജിസ്ട്രേഷൻ നമ്പർ TN41L87. നോട്ടഡ് സാർ. സ്ക്വാഡ് നമ്പർ 11, സാർ റിപ്പോർട്ട്. കണ്ടെത്തിയില്ല സാർ. നിങ്ങൾ എവിടെയാണ്? ആഴ്വാർപേട്ട സാർ. റിസൾട്ട് നോട്ട് ഫൗണ്ട്. DGP ശർമ്മ അകത്തേക്ക് വന്നു. വിവേക് അടുത്തുള്ള വിഷ്ണുവിനെ വയർലെസ് ഏൽപ്പിച്ച് എഴുന്നേറ്റു. ശർമ്മ ഉത്കണ്ഠയോടെ നോക്കി. മിസ്റ്റർ വിവേക്, ഇനിയൊരു 30 മിനിറ്റ് കൂടി മാത്രമുള്ളൂ. എങ്കിലും ആ കാറ് കണ്ടുപിടിക്കാൻ സാർ കഴിയുമോ? തീർച്ചയായും കഴിയും സാർ. നമ്മൾ കുറച്ച് അശ്രദ്ധ കാണിച്ചു പോയി. ഗൂഗിളിന് ശരിയായ രീതിയിൽ പോലീസ് സംരക്ഷണം നൽകേണ്ടതായിരുന്നു. ശർമ്മ ദീർഘനിശ്വാസം വിട്ടു. വയർലെസ് സെറ്റുകൾ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. വിവേക് വാച്ചിലേക്ക് നോക്കി. ഇനി 29 മിനിറ്റ്. പുഷ്പവാസകൻ തൻ്റെ കയ്യിലിരുന്ന പിസ്റ്റൾ കൊണ്ട് ഗോകുലിൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് ചിരിച്ചു. നിന്റെ തലയോട്ടിക്കുള്ളിലേക്ക് 2 വെടിയുണ്ടകൾ കൂടി കയറാൻ ഇനി 29 മിനിറ്റ് കൂടി മാത്രം. പോലീസിൻ്റെ സൈറൺ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിന്റെ കാറിനായി നഗരം മുഴുവനും അവർ അരിച്ചുപെറുക്കി തിരയുകയാണ്. പക്ഷേ നിന്റെ ഈ കാർ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുകയാണെന്ന് അവരറിയാൻ പോകുന്നില്ല. ഗോകുൽ പരിഭ്രമിച്ച മുഖത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. തിടുക്കപ്പെട്ടെന്നെ വെടിവെക്കരുത്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. സംസാരിക്കണോ? സംസാരിക്കൂ. എൻ്റെ അച്ഛനെയും ഡ്രൈവറെയും കൊലപ്പെടുത്തിയത് നീയായിരിക്കാൻ വഴിയില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയാണ്. അവരെ 2 പേരെയും തീർത്ത് കളയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. മറ്റേതൊരു ശത്രുവാണ് അവരെ തീർത്തത്. ആ മറ്റവൻ ആരാണെന്നറിഞ്ഞാൽ എന്തു ചെയ്യും? എന്തു ചെയ്യുമെന്നോ? അവനൊരു വലിയ മാലയിട്ട് കൈകൊടുത്ത് കെട്ടിപ്പിടിക്കും. അങ്ങനെയെങ്കിൽ ആ മാല ഇടേണ്ടത് എനിക്കാണ്. പുഷ്പവാസകൻ ഞെട്ടിപ്പോയി. നീ എന്താ ഈ പറയുന്നത്? ഞാൻ സത്യമാണ് പറയുന്നത്. എൻ്റെ അച്ഛനെയും അച്ഛൻ്റെ എല്ലാ നിയമവിരുദ്ധ ഇടപാടുകൾക്കും ഒരു ബ്രോക്കറെ പോലെ പ്രവർത്തിച്ച ഡ്രൈവർ തുരൈമാണിക്യത്തെയും തീർത്ത് കളഞ്ഞത് ഞാനാണ്. സത്യമാണോ? സത്യമായിട്ടും. പെറ്റ അച്ഛനാണേ. ആ കാമഭ്രാന്തനെ എൻ്റെ അച്ഛനെന്ന് വിളിക്കാൻ പോലും ഞാൻ ലജ്ജിക്കുന്നു. ആടിനെ കടിച്ചു, മാടിനെ കടിച്ചു, അവസാനം മനുഷ്യനെ തന്നെ കടിക്കുന്ന രീതിയിൽ നാട്ടിലുള്ള സുന്ദരികളായ സ്ത്രീകളെ മുഴുവനും കിടപ്പറയിലേക്ക് വിളിച്ചിരുന്ന എൻ്റെ അച്ഛൻ അവസാനം സ്വന്തം മരുമകൾ സുഭദ്രയെയും വിളിക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിലില്ലാത്ത നേരങ്ങളിൽ എൻ്റെ ഭാര്യ സുഭദ്രയെ അയാൾ നിർബന്ധിച്ചിട്ടുണ്ട്. സുഭദ്ര അയാളോട് ഇതൊന്നും ശരിയല്ല എന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അയാൾ മാറിയില്ല. കഴിഞ്ഞ ആഴ്ച അതിരാവിലെ കുളിക്കാൻ പോയ സുഭദ്രയോട് അയാൾ മോശമായി പെരുമാറാൻ ശ്രമിച്ചു. എനിക്കെൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഒരു ഫ്ലവർ വേഴ്സ് എടുത്ത് അയാളുടെ തലയിലടിച്ചു. കനത്ത അടി കിട്ടിയ അയാൾ ചുരുണ്ടു വീണ് മരിച്ചു. ഈ സംഭവം വാച്ച്മാനും അറിയാം. ഞാനും സുഭദ്രയും വാച്ച്മാനും കൂടെ ചേർന്ന് ബോഡി ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി തോട്ടത്തിൽ കുഴിച്ചിട്ടു. എന്നിട്ട് 6:30 മണിക്ക് വീട്ടിൽ വന്നു. അല്പസമയത്തിനകം DGP ശർമ്മയുടെ ഫോൺ വന്നു. അച്ഛനെ കാണാൻ ക്രൈംബ്രാഞ്ച് ഓഫീസർ വിവേകും അദ്ദേഹവും വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശബ്ദം മാറ്റി ഞാൻ അച്ഛനെ പോലെ സംസാരിച്ചു. DGP ശർമ്മ അത് വിശ്വസിച്ചു. 7:30 മണിക്ക് അവർ കാറിൽ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ
അച്ഛനെ ഒരു പോലീസ് ഇൻസ്പെക്ടറും 2 കോൺസ്റ്റബിൾമാരും ജീപ്പിൽ വന്ന് കൊണ്ടുപോയി എന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞു. ശർമ്മയും വിവേകും ഞങ്ങൾ പറഞ്ഞ കള്ളം സത്യമാണെന്ന് വിശ്വസിച്ച് ഇന്നും ആ പോലീസ് ജീപ്പിനെയും അതിൽ വന്ന ആൾക്കാരെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സത്യമാണോ? സത്യം സത്യം. വേണമെങ്കിൽ എൻ്റെ ഭാര്യ സുഭദ്രയുടെ ഫോണിലേക്ക് വിളിച്ചു ചോദിക്ക്, അവൾ തന്നെ പറയും. നിന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ ഏതാണ്? ഗൂഗിൾ പറഞ്ഞ നമ്പർ മനസ്സിലാക്കി പുഷ്പവാസകൻ ഇടത് കൈകൊണ്ട് തൻ്റെ ഫോണെടുത്ത് നമ്പറുകൾ ഡയൽ ചെയ്ത് സംസാരിച്ചു. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ സൗമ്യത. മിസ്റ്റർ വിവേക്. യെസ്. മറുതലക്കൽ വിവേകിൻ്റെ ശബ്ദം. ഞാൻ CBI സിക്കന്ദർ. പറയൂ സിക്കന്ദർ. ഗോകുൽ എന്ത് പറയുന്നു? സത്യങ്ങൾ സമ്മതിച്ചു. തൻ്റെ അച്ഛൻ സുന്ദരനെയും ഡ്രൈവർ ദുരൈമാണിക്യത്തെയും കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് വളരെ കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് നൽകി സമ്മതിച്ചു. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഗോകുലിനെ ഇപ്പോൾ ലോക്കപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വരൂ പുഷ്പവാസകൻ. അല്ല, സോറി സിക്കന്ദർ. ഓഫീസ്. പിടിക്കപ്പെട്ടതിൻ്റെ ആഘാതം മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്നെങ്കിലും വിവേക് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഗോകുൽ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു. ചുറ്റിലും DGP ശർമ്മ, CBI സിക്കന്ദർ ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. നിന്റെ അച്ഛനെയും കാർ ഡ്രൈവർ ദുരൈമാണിക്യത്തെയും തീർത്ത് കളയണമെന്ന ചിന്ത നിനക്കൊരു മാസം മുമ്പേ തോന്നിയിരുന്നു, അങ്ങനെയല്ലേ? അതെ. ആ പഴി വിനോദ് കുമാറിൻ്റെ മേൽ കെട്ടിവെക്കാൻ വേണ്ടിയല്ലേ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ കാസറ്റുകൾ അയച്ചത്? അതെ സാർ. അച്ഛനൊരു ജഡ്ജിയായിരുന്നതുകൊണ്ട് തന്നെ എല്ലാ നിയമവിരുദ്ധമായ അക്രമവും ചെയ്തു. പല്ല് കടിച്ചുകൊണ്ട് എല്ലാം സഹിച്ചു. എന്നാൽ മകളായി കരുതേണ്ട മരുമകളെ ഒരു ഭോഗവസ്തുവായി എന്ന് നോക്കിയോ അന്നേ അദ്ദേഹം ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. വാച്ച്മാൻ നാഗരാജ് എനിക്ക് വിശ്വസ്തനാണ്. അവനെ ഞാൻ ഉപയോഗപ്പെടുത്തി. എൻ്റെ അച്ഛൻ്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂടെ നിന്ന് ഡ്രൈവർ ദുരൈമാണിക്യത്തെ തീർത്തു കളഞ്ഞു. വിനോദ് കുമാറിന് വിധി പറഞ്ഞതിന് ശേഷം അച്ഛനെ അവസാനിപ്പിക്കാൻ പദ്ധതി ഒരുക്കിയിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ആഴ്ച അതിരാവിലെ അച്ഛൻ സുഭദ്രയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ തീർക്കേണ്ടി വന്നു. അദ്ദേഹത്തെ കൊന്നതിന് ശേഷം ജന്മം നൽകിയ സ്വന്തം അച്ഛനെ കൊന്ന കുറ്റബോധമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഏതോ ഒരു കൊടും ക്രൂരനെ കൊന്ന സന്തോഷമാണ് എന്നിൽ നിറഞ്ഞത്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതും ഒരു എൻകൗണ്ടർ തന്നെയാണ്. ഈ എൻകൗണ്ടർ തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. വിവേക് പുഞ്ചിരിച്ചു. വാശി പിടിക്കാതെ സത്യങ്ങൾ സമ്മതിച്ചതിന് നന്ദി ഗോകുൽ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ചെയ്തത് ന്യായമായി തോന്നാം. എന്നാൽ നിയമപരമായി അത് തെറ്റാണ്. നിങ്ങളുടെ മേൽ എനിക്ക് എങ്ങനെ സംശയം വന്നു എന്ന കാരണവും ഞാൻ പറയാം. നിങ്ങളുടെ അച്ഛന് എങ്ങനെയുള്ള കത്തുകളാണ് വരുന്നതെന്ന് അറിയാനായി നിങ്ങളുടെ പോസ്റ്റ്മാൻ സുന്ദരേശനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വിവരം എൻ്റെ മനസ്സിനെ അസ്വസ്ഥനാക്കി. നിങ്ങളും നിങ്ങളുടെ അച്ഛനും 20 ദിവസം മുന്നേ തർക്കിക്കുകയും വഴക്കിടുകയും ചെയ്തതായും രജിസ്റ്റർ തപാൽ നൽകാൻ പോയ പോസ്റ്റ്മാൻ സുന്ദരേശൻ അത് കേട്ടതായും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഈ വിവരം നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും സ്വത്ത് തർക്കം കൊണ്ടാകാം എന്ന് ഞാൻ ചിന്തിച്ചു. നിങ്ങളെ എങ്ങനെ കുടുക്കിയാൽ സത്യങ്ങൾ പുറത്തു വരുമെന്ന് ഞാനും എൻ്റെ സുഹൃത്ത് CBI സിക്കന്ദറും തനിച്ചിരുന്ന് ആലോചിച്ചു. ആ 41 മിനിറ്റ് നീളുന്ന അതീവ വേഗത്തിലുള്ള പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി. രാത്രിയിൽ കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ പോയി വീട്ടിലേക്ക് മടങ്ങിയ നിങ്ങളെ സിക്കന്ദർ തോക്കിൻമുനയിൽ തട്ടിക്കൊണ്ടുപോയി. ഈ പദ്ധതി സ്വാഭാവികമായും ആവേശകരമായും ഇരിക്കണമെന്നതുകൊണ്ട് DGP ശർമ്മ ഉൾപ്പെടെ ആരോടും ഞങ്ങളിത് പറഞ്ഞിരുന്നില്ല. വിവേക് ഗോകുലിനെ ചോദ്യം ചെയ്യുന്നത് അവസാനിപ്പിച്ച് പുറത്തേക്ക് വന്നപ്പോൾ വിഷ്ണു പത്രപ്രവർത്തകർക്കിടയിലായിരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ മറുപടി നൽകുകയായിരുന്നു. അഴിമതി ചെയ്തും കൈക്കൂലി വാങ്ങിയും കോടികൾ സമ്പാദിച്ച ജഡ്ജി സുന്ദറിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമോ? തീർച്ചയായും. പുഷ്പവാസകം കൊല്ലപ്പെട്ടോ അതോ ജീവനോടെയുണ്ടോ? ഒരു നടി നൽകിയ മൊഴിപ്രകാരം ഡ്രൈവർ ദുരൈമാണിക്യത്താൽ പുഷ്പവാസകൻ കൊല്ലപ്പെടുകയും ഗസ്റ്റ് ഹൗസ് തോട്ടത്തിൽ കുഴിച്ചു മൂടപ്പെടുകയും ചെയ്തിരിക്കാം. പോലീസ് നായയുടെ സഹായത്തോടെ നാളെ ആ ഡെഡ് ബോഡി പുറത്തെടുക്കും. നിയമത്തിനും നീതിക്കും കാവൽ ദൈവമായി ഇരിക്കേണ്ട ജഡ്ജിമാർ ഇങ്ങനെ മലിനമായി പെരുമാറാൻ എന്താണ് കാരണം? കലികാലം അല്ലാതെന്ത്? വിഷ്ണു പറഞ്ഞു. അങ്ങനെ ഈ കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി കഥയായിരുന്നല്ല? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാ? നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതുപോലെയുള്ള കഥകൾ ഇനിയും വരും. കാത്തിരിക്കൂ. ലവ് യു. ബൈ.